രാത്രി ലഭിക്കുന്ന സമയത്തിൻ്റെ പരിമിതിയിൽ നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ അത് ഇത്രേ ഉള്ളൂ. ദൈവത്തിന് ആവശ്യമുള്ളതിനെയൊക്കെ ദൈവം പുറത്ത് കൊണ്ടുവരും. സ്തോത്രം. അതെവിടെ ഇരുന്നാലും സമയമാകുമ്പോൾ പുറത്തെടുക്കും. വചനം പഠിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് പിടികിട്ടും. സാമാനങ്ങളുടെ ഇടയിലിരുന്നാലും സമയമാകുമ്പം നിന്നെ പുറത്തിറക്കും. അപ്പം ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. കഴിഞ്ഞ 2 രാത്രിയിലും എന്നേക്കാൾ ശ്രേഷ്ഠരായ ആദരണീയരായ കർത്തൃദാസന്മാർ 2 പേരും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചനം ഇവിടെ സംസാരിച്ചു. ദൈവം അവരെ 2 പേരെ ശക്തമായിട്ട് ഉപയോഗിച്ചു. അതിനായിട്ട് ദൈവത്തിന് മഹത്വം. ഈ രാത്രിയിലും അല്പസമയങ്ങൾ നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിന് ദൈവം കൃപ നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് രാത്രി വായിച്ച കുറുവാക്യം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവെടുത്താണ്. ദൈവത്തിന് മഹത്വം. മാത്യു സാർ എന്ത് ചെയ്യേ? അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. കോവിഡിൻ്റെ ആ രൂക്ഷ സമയത്ത് ഇവിടെ അടുത്ത് തിമോത്തി പാസ്റ്റർ, ഇപ്പോൾ അമേരിക്ക ചിക്കാഗോയിൽ ഉള്ള കർത്തൃദാസൻ, അദ്ദേഹം ഒരു 10 ദിവസത്തെ യോഗം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തുവാൻ ആഗ്രഹിച്ചു. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഞങ്ങൾ തിരുവല്ല ഹെബ്രോ സഭ നന്നായിട്ട് ആ വിഷയത്തിന് പ്രാർത്ഥിച്ചു. നമ്മുടെ കെ ടി മാത്യച്ചായൻ്റെ മരുമകന്, കർത്താവിന് മഹത്വം, ജോൺ കെ മാത്യുവിൻ്റെ അളിയൻ. അപ്പോൾ ആ കർത്തൃദാസൻ ഞങ്ങളുടെ യോഗത്തിനെല്ലാം ലൈവായിട്ട് കൂടുന്നവരാണ്. അപ്പോൾ അദ്ദേഹം വളരെ ആഗ്രഹിച്ചു ഒരു 10 ദിവസം ഇവിടെ യോഗം നടത്താൻ. അതിൻ്റെ എല്ലാം ക്രമീകരിച്ച് ഡേറ്റും തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് പെട്ടെന്ന് ക്ഷീണമുണ്ടായതുകൊണ്ട് എയർപോർട്ടിൽ വന്നതാ. തിരിച്ച് അദ്ദേഹം കടന്നുപോയി. വളരെ പ്രയാസത്തിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സഭയായിട്ട് ആ കർത്തൃദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു മനപ്രയാസമായി. മാവേലിക്കരിലെ ആ യോഗം നടക്കാനൊത്തില്ല. അന്നേരവാ ദൈവത്തിൻ്റെ ദാസൻ ഉടനെ വിളിച്ചത്. ഇങ്ങനെ പണ്ട് പഴമക്കാർ പറയും പോലെ ആരൂതിയാലും ഊത്ത് കേട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ക്രമീകരണം ഒരുങ്ങിയതോർത്തും ദൈവത്തിന് മഹത്വം. ആ ദൈവദാസന് പൂർണ്ണ സൗഖ്യം കൊടുത്ത് ദൈവം വീണ്ടും കൊണ്ടുവരട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഇന്നലെയൊക്കെ സംസാരിച്ചവരൊക്കെ നന്നായിട്ട് അത് പറയുമെന്ന് എനിക്കറിയാം. കർത്താവിന് മഹത്വം. എന്താണ് സുവിശേഷം? അത് ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. സുവിശേഷം മറം മാറ്റുന്ന മാർഗമൊന്നുമല്ല. ആൾക്കാരെ കൂട്ടുകയല്ല. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി അലപ്പറയിട്ട് പോകുകയല്ല. ഞങ്ങളെപ്പോലുള്ള ചില ആൾക്കാർ വന്ന് പ്രാസം ഒപ്പിച്ച് പദങ്ങളെടുത്ത് അമ്മാനമാടി ജനത്തെ ഒരു പ്രത്യേക നിർവൃതിയിൽ ഉച്ചസ്ഥായി കയറ്റിയേച്ച് അവർക്കും പിടികിട്ടുന്നില്ല, ഞങ്ങൾക്കും പിടികിട്ടുന്നില്ല. അങ്ങനെ പിരിഞ്ഞു പോകുന്നതല്ല. ഈ മൈക്കിൻ്റെ ഓളിയും എല്ലാം കൂടെ കൂട്ടി അവൻ നിൽക്കുന്ന പുള്ളി തറയെ തൊടാതെ നിന്നേച്ച് നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന് പറയുന്നതുമല്ല. വരുന്നവർക്ക് ആർക്കും ഒന്നും പിടികിട്ടാതെ എന്തോ ഒരു പ്രത്യേക ഓളം ഉണ്ടാക്കി അതുമല്ല സുവിശേഷം. കുറെ തത്വജ്ഞാനം പറയുന്നതുമല്ല, അദ്വൈതം പറയുന്നതുമല്ല, മാത്രമല്ല പ്രത്യേക ശാസ്ത്രങ്ങൾ വാരി വിതറുന്നതുമല്ല. സുവിശേഷം ഗുണ്ടായിസമല്ല. സുവിശേഷം ഭീഷണിയുടെ സ്വരമൊന്നുമല്ല. സുവിശേഷം ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു സ്വർഗം വിട്ടിറങ്ങി വന്നു. സ്വർഗമഹിമകൾ വെടിഞ്ഞു എഴയ്ക്കു വേണ്ടി യേശുയാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു. സ്വർഗമഹിമകൾ വെടിഞ്ഞു എഴയ്ക്കു വേണ്ടി യേശുയാഗമായി. പിന്നെ ഈ രണ്ട് ശീലേ പാടുള്ളൂ. അപ്പോൾ സമയം എല്ലാം കൂടെ കണക്കിലെടുക്കണമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, സ്വർഗത്തിൻ്റെ മഹിമയെല്ലാം വെടിഞ്ഞ് ഒരു വേഷത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു. കഴിഞ്ഞ വർഷത്തെ ദൈവനാസം പറഞ്ഞ പോലെ ആ സ്വർഗത്തിലെ പ്രഭയും തേജസ്സും ഒക്കെ ധരിച്ചുകൊണ്ട് ആ പരുവത്തിന് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് വന്നേനെ ഇല്ലേ? യേശുവേ സ്വർഗത്തിലെ ആ പ്രഭയും ആ തേജസ്സും ഒക്കെ ധരിച്ച് ആ പരുവത്തിൽ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ബോധം കെട്ട് വീഴും. അങ്ങനല്ലേ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയി. അപ്പം അങ്ങനെ വന്നില്ല. നമ്മളിൽ ഒരാളെ പോലെ നരവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു.
തോട്ടത്തിൽ വെച്ച് പിടിക്കാൻ വന്നപ്പം കർത്താവ് ചോദിച്ചു, വാളും മടിയും തീവട്ടിയും ബന്ധങ്ങളും കോലാഹലമായിട്ട് കയറി വരിക തോട്ടത്തിലോട്ട്. അന്നേരം യേശു ചോദിച്ചു, നിങ്ങൾ ആരെയായി തിരയുന്നെന്ന് ചോദിച്ചു. നിങ്ങൾ ആരെയും? നസറയനാകുന്ന യേശുവിനെയാണ്. അത് ഞാനാണ് പറഞ്ഞു തീരുകയും പിടിക്കാൻ വന്നവൻ ബോധം കെട്ട് താഴെ വീണു. അതുപോലെ പ്രഭാമയന. അപ്പോൾ ആ നിലയിലല്ല യേശു മനുഷ്യനെ എല്ലാം ബോധം കെടുത്താൻ വന്നതല്ല, മനുഷ്യന് ബോധം ഉണ്ടാക്കാൻ വന്നതാ. അതിന് ഒരു ബോധവും ഇല്ലായിരുന്നു. ഇപ്പോഴും ചിലതിന് ബോധമൊന്നുമില്ല. യോഗത്തിന് ഇരിക്കുക എന്നുള്ള ബോധം പോലും ഇല്ലില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് സ്തോത്രം അന്തും ബന്ധം പറയുകയും ഫോൺ ചെയ്യുകയും അവിടെ ഇരുന്ന് അലറുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. യോഗമാണെന്നുള്ള ബോധം പോലും ഇല്ല. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. വിവരിക്കുന്നില്ല. അപ്പോൾ ബോധമില്ലാത്ത മനുഷ്യനെ ബോധം വരുത്തുവാൻ ഇറങ്ങി വന്നയാളാ കർത്താവാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് നിത്യ ദൈവമാണ്, അവിടുന്ന് സത്യദൈവമാണ്, അവിടുന്ന് ഏക ദൈവമാണ്. ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ സുവിശേഷം അതൊരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, അത് നിങ്ങൾക്ക് പലർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടേ അവരുടെ അറിവിന് അവരെ ഉന്നം വെച്ചാന്നുള്ള യോഗവും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാ സുവിശേഷം. ഈ സുവിശേഷം ഒരു വിഭാഗക്കാരുടെ കുത്തകയല്ല, ഇത് മുഴു ലോകത്തിനും വേണ്ടിയാ സുവിശേഷം. അതെ, എല്ലാവർക്കും വേണ്ടിയാ. സൂര്യൻ ഒരു ഗ്രൂപ്പുകാർക്ക് വേണ്ടി മാത്രമല്ല, അന്നോ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ല സൂര്യൻ, അല്ല ക്രിസ്ത്യാനികൾക്കും വേണ്ടി മാത്രം അല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സൂര്യൻ, മറ്റേ ഇതര മതസ്ഥ ജാതികളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമല്ല സൂര്യൻ, എല്ലാവർക്കും വേണ്ടിയാ. സ്തോത്രം. വെള്ളം ഒരു വിഭാഗക്കാർക്ക് മാത്രമല്ലല്ലോ വെള്ളം, വെള്ളം എല്ലാവർക്കും ആവശ്യമല്ലേ. ഈ 2-3 ദിവസമായിട്ട് കണ്ടമാനം വെള്ളം ഉണ്ട് താനും. അപ്പോൾ ആ വെള്ളമല്ല നമ്മൾ സാധാരണക്കാർ കുടിക്കുന്ന, നമ്മുടെ ജീവനും നിലനിൽക്കണമല്ലോ ജലം. ഈ വെള്ളം ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യവർഗത്തിനെല്ലാം വെള്ളം ആവശ്യമാണ്. നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്ന ശ്വാസം ഒരു വിഭാഗക്കാർക്ക് മാത്രമല്ല, മനുഷ്യജാതിക്ക് മുഴുവനുമായ ശ്വാസം. ഇതുപോലെ യേശു ഒരു വിഭാഗത്തിന് മാത്രമല്ല, ഒരു സംഘടനയുടെ ആളല്ല, ഒരു വിഭാഗത്തിന്റെ ആളല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. നീ ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിനക്ക് യേശുവിനെ ആരാധിക്കാം, യേശുവിനെ അനുഗമിക്കാം, യേശുവിനെ സേവിക്കാം, യേശുവിനെ ആരാധിക്കാം, യേശുവിനെ അനുഗമിക്കാം. യേശു ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഞാനെപ്പോഴും പറയും, മനുഷ്യനായി ജാതിയല്ല ഒപ്പിച്ചു വച്ചേക്കുന്നത്. ഇപ്പോഴും അങ്ങനെ സ്പർദ്ധയുള്ള ആൾക്കാരുണ്ട്. പിന്നെ പുറമേ അധികം പറയുന്നില്ലെന്നേ ഉള്ളൂ. ഉണ്ട്, അകത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവർക്കും ഉണ്ട്. പ്രാർത്ഥനക്കാരുടെ വിജയമായിട്ടൊന്നും ഞാൻ അധികം പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ട്. വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ ആ ദൈവികമായ ആ ചിന്തയും സമർപ്പണവും ആ മനസ്സും ആ സ്വഭാവ വൈശിഷ്ട്യവും. മനുഷ്യനായി ജാതിയല്ല ഒപ്പിച്ചു വച്ചേക്കുന്നത്. അത് കുരുക്കൊപ്പിച്ച് വെച്ച പോയൊരു സ്മൃതിയാ. അയാളുടെ പേര് പറ, മനുസ്മൃതി. മനു ആ സഹോദരനായി ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്. അപ്പോൾ ഉണ്ടല്ലോ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര തരംതിരിവ്. എഴുത്തച്ഛനെ ഒരിക്കൽ അധ്യാത്മരാമായണത്തിലെ ഒരു വരി സ്കൂളിൽ പഠിച്ചതാ, നിങ്ങൾക്കറിയാം, എപ്പോഴും ഞാൻ പറയുന്നതാ. ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗം എന്നിങ്ങനങ്ങാമ്രേടിതം കലർന്നിടും ദജാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാച്ചിച്ചു പോകിലും വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീടായി കൃമികളായി പോകിലും നന്നല്ല ദേഹം. അപ്പോൾ ബ്രാഹ്മണോകം നരേന്ദ്രോഗം ആഡ്യോഗം എന്നിങ്ങനെ ആമറേടിതം കലർന്നിടുന്ന ശാന്തന. ഇതെല്ലാം മനുഷ്യൻ ഒപ്പിച്ച് വെച്ച തരംതിരിവാ. ഈ ലോകത്തിൽ പാർക്കുന്ന, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും ഈ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലല്ല, അത് അങ്ങനെ തന്നെ. സ്തോത്രം. ഒരു വ്യക്തിയിൽ നിന്ന് ആമേൻ ജനിച്ചതാ സകലതും.
നിങ്ങൾ അംഗീകരിക്കില്ല? ഈ പെന്തിക്കോസുകാർ പോലും അംഗീകരിക്കുന്നില്ല, പിന്നെ എന്നാ ചെയ്യാൻ? ഈ പുസ്തകം എടുത്തോണ്ട് ഞായറാഴ്ച ഓടുന്ന ഓട്ടം കണ്ട വിശ്വസിക്കുന്നില്ലെന്ന്. വിശ്വസിക്കായിരുന്ന ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇരിക്കണ്ടേ? പുസ്തകത്തിലെ വാക്യം ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഒരാടെ സന്തതിയാ ഇരിക്കുന്ന മുഴുവൻ, എന്നിട്ടും അംഗീകരിക്കുന്നില്ല. എല്ലാവർക്കും ഒന്നും ഇത് വിശ്വസിക്കാനൊക്കെ അല്ലെന്ന് എനിക്കറിയാം. എന്നാൽ വേറെ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്, അത് അങ്ങനെ തന്നെ. അപ്പൊ ചോദിക്കും, പിന്നെ തങ്കമ്മ വെളുത്തിരിക്കുന്നു, ഏലിയാമ്മ ഇങ്ങനെ കറുത്തിരിക്കുന്നു, ചിന്നയ്ക്ക് ഇരുനിറവാ, മേരി ആണ്ട് വിളറിയിരിക്കുന്നു. അത് ഭക്ഷണക്രമം, ജീവിതചര്യ, ജീവിതത്തിൻ്റെ നിഷ്ഠ, ചിട്ട, പിന്നെ ക്ലൈമറ്റ്, അതുകൊണ്ടൊക്കെയാണ് ഈ പരുവത്തിനാകുന്നത്. എല്ലാം ഒരാടെ സന്തതിയാണ്. ഞാൻ ഇച്ചിരി കൂടിയതാ, ലെവൽ കുറഞ്ഞതാ, അതൊക്കെ നിന്റെ ഊളം ചിന്താഗതിയാ. സ്തോത്രം. ഈ പുസ്തകത്തിലെ അവൻ പ്രമാണം ഒറ്റ ഒരുത്തൻ്റെ സന്തതിയാണ്. സ്തോത്രം. അതായത് 5 ദിവസം കൊണ്ട് ഈ പൂജര കേജര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചിട്ട് 6-ാമത്തെ ദിവസം ദൈവം തമ്പുരാൻ മറ്റ് പ്രവൃത്തിയിൽ നിന്ന് ഒരൽപ്പം മാറി വെച്ച് മനുഷ്യനെ മണ്ണുകൊണ്ട് മെടഞ്ഞു. മണ്ണിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ മണ്ണുകൊണ്ട് മെടഞ്ഞ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. സാറ് ഒരു വരി ഞാനെപ്പോഴും പാടും, പാട്ടിങ്ങനെ: 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിൻ്റെ രൂപം, അതിൻ്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം. പരമവർക്ക് പൂജിത ഭാഗ്യ വിചിത്തമതാം ഒരു തോട്ടം ചമച്ചതിങ്കൽ പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു പാട്ടം. പരാവിധം ദിവ്യോർജിതം ഒന്നു കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം. കനി പൂജിപ്പാനോ അരുതറിവിൻ മരമായതിനിഷ്ടം. മാറുത്തും ചൊന്നാൽ വരുമെ മരണമെന്നല്ലൊരു നീക്കമില്ല നിന്നു കരുതണ്ണ നിങ്ങൾ തന്നു പരമഞ്ചൊന്നവരോട്. വരുമെ മരണമെന്നല്ലൊരു നീക്കമില്ല നിന്നു കരുതണ്ണ നിങ്ങൾ തന്നു പരമഞ്ചൊന്നവരോട്. വരുമെ മരണമെന്നല്ലൊരു നീക്കമില്ല നിന്നു കരുതണ്ണ നിങ്ങളെന്നു പരമഞ്ചൊന്നവരോട്. വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശൻ താൻ, വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ ദൈവത്തിൻ്റെ ആദിമ മനുഷ്യനായ തൻ്റെ സൃഷ്ടികിട മണിമകിടമായ ആദമിൽ നിന്നാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും. അത് പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞ്, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പിന്നെ ഈ മനുഷ്യനാ ഇതെല്ലാം ഈ തരം തിരിച്ച് വെച്ചിരിക്കുന്നത്. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. ആട്ടെ, യോഹന്നാന്റെ സുവിശേഷം 10:4 വായിച്ച് ഓർപ്പിച്ചല്ലോ. സുവിശേഷം അത് യേശു ക്രിസ്തു. സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമല്ലതല്ല സുവിശേഷം. സുവിശേഷം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ആ സുവിശേഷം കർത്താവാകുന്ന യേശു ക്രിസ്തു. ആ സുവിശേഷത്തെ അംഗീകരിച്ചാൽ, വിശ്വസിച്ചാൽ, ഏറ്റെടുത്താൽ നിനക്കും നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. ആ സുവിശേഷത്തിൻ്റെ അടുക്കൽ ആർക്കും വരാം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുക്കൽ ആർക്കും വരാം. നടക്കാൻ മേലാത്ത അമ്മയ്ക്ക് വരാം. അമ്മേനെ ആട്ടി വിടുകയല്ല യേശു. അമ്മയുടെ കൂടെ 40 വയസ്സുള്ള സഹോദരി വരുന്നു, വരാം, സ്തോത്രം, ഇങ്ങോട്ട് വരണ്ടെന്ന് യേശു പറയുകയല്ല. കൊച്ചു കുഞ്ഞ് യേശുവിനടുക്ക് വരുന്നു, തടയത്തില്ല. കർത്താവ് പറഞ്ഞ തടയരുത് അവരെ, എൻ്റെ അടുക്കൽ വിടാനാ പറഞ്ഞ്. ബലഹീനനായ ഒരുവൻ, അംഗവൈകല്യമുള്ളതാ, ആരിങ്ങോട്ട് വരണ്ടെന്ന് പറയുകയല്ല, അവർക്കും വരാം. കറുത്തവനോ വെളുത്തവനോ, മുമ്പേ പറഞ്ഞ പോലെ ഇരുനിറക്കാരനോ കാശുള്ളവനോ കാശില്ലാത്തവനോ പണ്ഡിതനോ പാമരനോ കുചേലനോ കുബേരനോ ധനവാനോ ദരിദ്രനോ, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് സ്ഥിതിയിൽപ്പെട്ടവർക്കും യേശുവിൻ്റെ അടുക്ക വരാം. യേശു ആരെയും ഉപേക്ഷിക്കത്തില്ല.
ആരെയും അതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് വരാനിടയായത്. ഇതൊരു വിഭാഗക്കാരുടെ കുത്തകയായിട്ട് കൊടുത്തിരുന്ന നമ്മളെല്ലാം വെട്ടിനകത്ത് വീണേനെ. എന്നാൽ മുഴു ലോകത്തിനും വേണ്ടിയാ യേശു ഭൂമിയിലേക്ക് വന്നത്. ഇന്ന് രാത്രി ആ യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ അംഗീകരിക്കുക, യേശുവിനെ ഉള്ളത്തിലേറ്റെടുക്കുക. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. അപ്പോൾ ഈ സുവിശേഷം വന്നതാണ് നമ്മുടെ മട്ടും പ്രകൃതിയെല്ലാം മാറിയത്. പണ്ട് കേട്ടിട്ടുണ്ട്, ഈ മാവേലിക്കരെ സുവിശേഷം വന്നതുകൊണ്ടാണ് സ്ഥിതിക്ക് മാറ്റം വന്നേ. അന്ന് ഇവിടെ ആശുപത്രി ഉണ്ടായിരുന്നു. ആ ആശുപത്രിയിൽ എല്ലാവർക്കും ഒന്നും ആശുപത്രി ചെല്ലാനൊക്കത്തില്ല. ചരിത്രം പഠിക്കുന്നവരൊക്കെ മാവേലിക്കര. അപ്പോൾ എല്ലാവർക്കും ഈ ആശുപത്രി ചെല്ലാനൊക്കത്തില്ല. മരുന്ന് മേടിച്ച് ഡോക്ടറെ അടുക്കെ ചെന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് രോഗം വരും ഡോക്ടറും തിരക്കി നമ്മളും കാര്യമല്ല അടുത്തിരുന്ന് നിന്ന് പറയാൻ പോലെ ഒന്നും ചെല്ലാനൊക്കത്തില്ല. അത് വലിയ വലിയ പുള്ളിക്കാർ കൊട്ടാരത്തിലുള്ളവർക്ക് ചെല്ലാം. കൊട്ടാരത്തിലോട്ട് ചെല്ലണ്ട, കൊട്ടാരത്തിലോട്ട് ചെല്ലുമല്ലോ. അപ്പോൾ മാവേലിക്കര കൊട്ടാരത്തിലും കൃഷ്ണപുരം കൊട്ടാരത്തിലൊക്കെ കൊട്ടാരം വൈദ്യന്മാരുണ്ട്. ഇപ്പോഴും ആ പേരിട്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇവനെ കുറുന്തോട്ടിയുടെ പേര് പോലും അറിയാൻ മേല, എന്നാലും പേര് അത് വേറൊരു വിഷയം. അതൊക്കെ ഇപ്പം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്ന് കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുന്ന വൈദ്യന്മാരുമുണ്ട്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ആർക്കും ചെല്ലാം. അപ്പം അന്ന് ഈ മാവേലിക്കരയിൽ എല്ലാവർക്കും ഒന്നും ആശുപത്രി ചെല്ലാനൊക്കത്തില്ല. അപ്പോൾ പാവത്തങ്ങളൊക്കെ ചെന്ന് അങ്ങ് ദൂരെ മാറി നിൽക്കണം. അപ്പോൾ അന്നൊക്കെ അപ്പോത്തിക്കിരി എന്നാണ് പറയുന്നത്. അവർ ദൂരെ ഒന്ന് നോക്കും, അടുക്കാനൊക്കത്തില്ല, അയിത്തമുള്ളതാണ്. ദൂരെ ഒന്ന് നോക്കി ഇങ്ങനെ നോക്കി വെച്ചാൽ മരുന്നും എല്ലാം കൊടുത്ത് അങ്ങ് വിടും. പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാവില്ല, മരുന്നെല്ലാം കലക്കി വെച്ചിരിക്കാവില്ല അണ്ടാവിനകത്ത്. എല്ലാവർക്കും അതിൽ നിന്നാണ് കോരി. തള്ളമാരെല്ലാം മുടുത്ത കുപ്പിയായിട്ടായില്ലെന്ന് 10 കുടം കൊള്ളുന്ന കുപ്പി. അത് ആക്കമനുസരിച്ച് കോരി അങ്ങ് കൊടുക്കുക. എന്നാൽ പണ്ട് ഒരു തള്ള പറഞ്ഞു പോകുക, നിനക്ക് എത്ര ഉളിയായി കിട്ടിയെന്ന്. അപ്പോൾ തള്ള പറഞ്ഞു, എനിക്ക് ചുമല ഉളിയായി ഉണ്ട്, മഞ്ഞ ഉളിയായി ഉണ്ട്. അപ്പം മറ്റേ തള്ള പറഞ്ഞു, എനിക്ക് വെള്ള ഉളിയായെന്ന് പറഞ്ഞു. ഉള്ളത് നിനക്ക് എത്ര എണ്ണം ഉണ്ടെന്ന്. എനിക്ക് 10-15 എണ്ണം തന്നിട്ടുണ്ട്. ഇങ്ങനെയായി അന്നത്തെ രോഗശാന്തി. അപ്പോൾ ഇതെല്ലാം മേടിച്ച് അവിടെ മുതൽ തള്ളമാരങ്ങ് കുടിക്കുക. മിക്കപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ പകുതിയാകും, ചിലതൊക്കെ രക്ഷപ്പെടും. അപ്പോൾ പണ്ട് കാലമൊക്കെ അങ്ങനെ. ഇപ്പോൾ ഓരോരോ ചികിത്സാ സമ്പ്രദായം വർദ്ധിച്ചു. അന്നതൊക്കത്തില്ല. അപ്പോൾ അന്നതൊക്കത്തില്ല. പാവത്തുങ്ങൾക്ക് മരുന്ന് മേടിക്കാനായിട്ട് കാശും അതിന് മരുന്ന് കൊടുത്താൽ വലിയ പുള്ളിക്കാരത് അവർക്ക് കൊടുക്കത്തുമില്ല. അത് അവരെ വേറെ വഴി കൂടെ വിറ്റ് കാശ് അടിക്കും. ഇന്നും അങ്ങനെയുള്ള ബിരുദന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു അച്ചായനെ ചിങ്ങവനത്തുണ്ടായിരുന്നു, സുശീലം ഭാഗവതരെന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഈ മര്യാദകളെല്ലാം കണ്ട് പുള്ളി ഒരു പാട്ടെടുത്ത് ഞാൻ മിക്കപ്പോഴും പാടും. അപ്പോൾ ഈ ആതുര ശാലയിലെ ഈ ദുഷ്പ്രവൃത്തികളെല്ലാം കണ്ട് പുള്ളി അവിടെ ഇരുന്ന് ഒരു പാട്ടെഴുതി. സുശീലം ഭാഗവതർ കടന്നുപോയി. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടെഴുതിയതാ. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാച്ചവട്ടിടുന്നു. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാച്ചവർട്ടിടുന്നു. ഒട്ടുക്കുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. ഒട്ടുക്കുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾക്കെന്തുഗതി, വെറും ആകുലം തീർപ്പാൻ എന്തുഗതി. സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾക്കെന്തുഗതി, ആകുലം തീർപ്പാൻ എന്തുഗതി. അപ്പം സുശീലം ഭാഗവതർ എഴുതിയ എല്ലാവരെയും പാടാനൊക്കത്തില്ല. ചിലപ്പോൾ അത് പ്രശ്നമാകും. പാവത്തുങ്ങൾ എന്നാൽ പരിശോധിക്കത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. എന്നാൽ അടുത്ത ലൈൻ പുള്ളി എഴുതി. മൊത്തം ഞാൻ പാടുകയല്ല, വെറുതെ എന്തിനാ തല്ലുണ്ടായി പോകുന്നത്. അപ്പം അടുത്തൊരു ലൈൻ പുള്ളി എഴുതി, കെട്ടുപ്രായം തീകയാത്ത തരുണിമാൾ വന്നിടുമ്പോൾ മട്ടുമാറി എഴുന്നേക്കും പരിശോധിക്കും. കെട്ടുപ്രായം തികയാത്ത തരുണിമാർ വരുമ്പോൾ അന്നേരം എഴുന്നേറ്റ് പരിശോധിക്കും. കൂനിപ്പടച്ചെന്ന് തള്ള എന്നാൽ മൈൻഡ് ചെയ്യുകയല്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. കെട്ടുപ്രായം തീകയാത്ത തരുണിമാർ വന്നിടുമ്പോൾ മട്ടുമാറി എഴുന്നേക്കും
പരിശോധിക്കും. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള അയിത്തവും അനാചാരവും ദുരാചാരവും ഒക്കെ ഉള്ളൊരു കാലം വഴിയെ നടക്കാൻ മേല. അതൊക്കെ ഇന്നലെ ജെയ്സ് മാടനാട് പറഞ്ഞു കാണുമെന്ന എല്ലാം നന്നായിട്ട് പറയും. അദ്ദേഹം കുറച്ചുകൂടെ ആ വിഷയത്തിൽ നന്നായിട്ട് അപഗ്രഥിച്ച് പഠിച്ചയാളാണ്. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലെ കുട്ടനാട്ടിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയണം. എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്, 106 വയസ്സ്. നിങ്ങൾ ഓർക്കുന്ന തള്ളയെങ്ങാണ്ട് തളർന്ന് കിടക്കുകയാണ്. ഉള്ള നല്ല ചേലായി. ഇപ്പോഴും മിറ്റം അടിക്കും, തൂത്തും വാരും. മിനിഞ്ഞാന്ന് ഞാൻ ചെന്നപ്പം രാവിലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, ചൂട് ചോറ് രാവിലെ. അതൊക്കെ മതി, ദീനമൊന്നുമില്ല. ഒരു ചെറിയ കുഴപ്പം, ഇച്ചിരി ചെവിക്ക് കേൾവി കുറവുണ്ടെന്നേ ഉള്ളൂ. അതും ഗുണമായല്ലേ, എല്ലാത്തിനും കയറി ഏറ്റേനും. അപ്പം മറ്റു കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ രാവിലെ ചെന്നപ്പോൾ ഉപ്പാപ്പൻ്റെ ഇളയ ഉപ്പാപ്പൻ്റെ ഭാര്യ കൊച്ചമ്മടി ചോദിച്ചു, രാവിലെ അയ്യോ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കുമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും 106 അല്ല എത്ര ദിവസമായി കുളിച്ചേച്ച്. പിന്നെ അതെല്ലാം അടിച്ച് ഒരു പരുവത്തിന് വന്നിങ്ങനെ. എല്ലാവരുടെയും കാര്യമല്ല. അമ്മ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കും എല്ലാ ദിവസവും. അത് പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത്. 106. അന്ത്യകാലം വന്നെടുത്തു, പെന്തക്കോസ്തീൻ വേലയാണ്. അന്ത്യകാലം വന്നെടുത്തു, പെന്തക്കോസ്തീൻ വേലയാണ്. ജന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. കൈയടിച്ചു. വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തീൻ വേലയാണ്. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തീൻ വേലയാണ്. ചന്തമോടെ സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ഉന്നത വിളിക്കൂ യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നും മാറല്ലേ. ഉന്നത വിളിക്കൂ യോഗ്യനെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഓ മന്നിടത്തിൽ നമ്മെ ഓർത്ത് ഉന്നതം വെടിഞ്ഞു വന്നു. മണ്ണിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്നു. നന്ദനന്റെ വന്ധ്യപാദമെന്നുമെന്നായി വന്നിച്ചിടം. നന്ദനന്റെ വന്ധ്യപാദമെന്നുമെന്നായി വന്നിച്ചിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് പാട്ട് എന്ത് പ്രയോജനമാണ്. ഇപ്പം കറണ്ട് പോയപ്പം അത് പരിഹരിച്ചത് പാട്ടിൽ കൂടാ, ഗുണമാണ്. അപ്പം ഇനി അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് പരിഹരിക്കുന്നത്. തന്നെയല്ല, സമയമൊക്കെ മുൻപോട്ട് അല്പം പോകുമ്പോൾ ഇടയ്ക്ക് 2 പാട്ട് പാടുമ്പോൾ അത്യാവശ്യമുള്ളവർക്ക് ഇറങ്ങി പോവുകയും ചെയ്യാം. പാട്ടിനങ്ങനെ ഒത്തിരി ഗുണമുണ്ട്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ 2 ശീലമൊക്കെ പാടും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, അന്നൊക്കെ കുട്ടനാട്ടിലെ പാടത്ത് പണിയെടുക്കും. രാവിലെ മുതൽ പണിയെടുക്കണം. അങ്ങനെ രാവിലെ മുതൽ പണിയെടുത്ത തമ്പുരാക്കന്മാർക്ക് പണിയെടുത്ത് വൈകുന്നേരമായാലും കയറ്റി വിടുകയല്ല. ഇത് കയറി കരക്കോട്ട് വന്നാൽ കൂലി ചോദിച്ച് ചെല്ലാനും ഒക്കത്തില്ല. വലിയ വലിയ വീടുകളിൽ മുറ്റത്ത് പോലും കയറ്റുകയല്ല. അഥവാ കയറിയാൽ തന്നെ മുറ്റത്തിന് ദൂരെ കുഴി കുത്തി, കുഴിക്കകത്ത് ഇലയെല്ലാം കൂട്ടി അവിടെ ഭക്ഷണം കൊടുക്കുന്നത്. അന്നും വേറുകൃത്യമൊക്കെ കാണിക്കും. ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. പണ്ടൊരു സ്ഥലവും വീട്ടുപേരും പറയുന്നില്ല. ഞങ്ങളുടെ ഒരു മുതലാളി, അവിടെ ഉള്ളൊരു മുതലാളിയാണ്, ഊന്നക്കാരനുമായിട്ട് കല്ലിശ്ശേരിക്ക് പോയി. പുള്ളിയുടെ ഭാര്യ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതും മുതലാളിയാ, കല്ലിശ്ശേരിയിലും മുതലാളിയാ. അപ്പോൾ ഊന്നക്കാരനെ അവിടെ നിന്ന് കഴുകോല് കൊണ്ട് ഊന്നിയാന്നല്ലോ. അന്ന് ബോട്ട് ഒന്നുമില്ല, വള്ളത്തേല, തമ്പക വള്ളം, വളവരെയുള്ള. രാത്രി മുഴുവൻ ഊന്നി കല്ലിശ്ശേരി ചെന്നു.
പിറ്റേന്ന് ചെന്നു, ഇറങ്ങി. അപ്പം മുതലാളിമാർ പഴയ പ്രൗഢിയുള്ള വീടാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തു. അപ്പം അവിടുന്ന് വന്ന മുതലാളി പറഞ്ഞ് എൻ്റെ ഊന്നക്കാരന് കൂടെ കൊടുക്കാം. അപ്പം ഊന്നക്കാരൻ വലിയ തിണ്ണ, അതിന് ഇളം തിണ്ണയുടെ അങ്ങേയറ്റത്തിരിപ്പുണ്ട്. അപ്പം ആ വീട്ടിലെ കൊച്ചമ്മ പാത്രത്തിനകത്ത് കൊണ്ട് കൊടുത്ത് പുള്ളിക്ക് കഞ്ഞിയാണ് കൊടുത്തത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ നന്നായിട്ട് ഇടപെടുന്നവർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്, അതെപ്പോഴും ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ. പക്ഷെ അന്ന് പുള്ളിക്ക് കഞ്ഞി കൊടുത്തു. മുതലാളിമാരങ്ങാറ്റത്ത് മാറിയിരിക്കുക കഴിച്ചോണ്ട്, അവർക്ക് ചോറും അതിനടുത്ത് കൂട്ടാനും ഒക്കെ. യവന് ഊന്നക്കാരനല്ലേ, കഞ്ഞി കൊടുത്തു. പുള്ളി രസികനാ. പുള്ളി കഞ്ഞി കൊടുത്തിട്ട് കൂടുതലും വെള്ളമാണ്, പറ്റധികം ഇല്ല. അപ്പം പുള്ളി ഉടനെ രസകരമായിട്ട് പുള്ളി പറഞ്ഞു, പേര് വിളിച്ചു തമ്പുരാൻ ഇങ്ങോട്ടൊന്ന് വരണേന്ന് പറഞ്ഞു. പുള്ളി അടുത്ത് ചെന്നപ്പോൾ പുള്ളി ആ തോളെ കിടന്ന കുറി കൊണ്ടെടുത്ത് ഉടുത്ത് വെച്ച് പറഞ്ഞു, ഞാനങ്ങ് പേര് മാറ്റിയാ പറയുന്നത് കേട്ടോ. തൊടുത്ത് ഉടുത്ത് വെച്ച് പറഞ്ഞു, കമലാക്ഷിയും പിള്ളേരെയും തമ്പുരാൻ ഏറ്റോണം, ഞാനിതിനാ പിന്നെയും കിടക്കുക വെള്ളം. അപ്പൊ പുള്ളിക്ക് അതിനാ പറഞ്ഞ കമലാക്ഷിയും പിള്ളേരെ ഏറ്റോണം. ഇവരൊക്കെ ഉണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അയിത്തമുള്ള കാലമാ. കൂലി ചോദിച്ച് അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല. പഴയ നമ്മുടെ ആചാര്യ ഉപദേശി പാടിയ വരി അത് പാർട്ടിക്കാർ എഴുതിയതാ. ജോലി ചെയ്തും വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ? ഇത് ശരിയോ തെറ്റോ? ഉള്ളിലെ വിഷം നിറഞ്ഞ് പഞ്ചസാര കുറച്ച്, ഉള്ളിലെ വിഷം നിറഞ്ഞു പഞ്ചസാര കുറച്ച് വഞ്ചനകൾ ചെയ്യുവതും ശരിയോ തെറ്റോ? ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ? ഇത് ശരിയോ തെറ്റോ? ആ ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ? അത് ശരിയോ തെറ്റോ? ഇത് ശരിയോ തെറ്റോ? അങ്ങനെയുള്ള കാലങ്ങൾ ആയിത്തം. പള്ളിക്കൂടത്തിൽ കയറാൻ മേല, വിദ്യ അഭ്യസിക്കാൻ മേല, സംസ്കൃത ഭാഷ ഉച്ചരിക്കരുത്, അത് അവർ പറഞ്ഞോളും. പാത്തിരുന്ന് പോലും കേൾക്കാനൊക്കത്തില്ല. കേട്ടെന്നറിഞ്ഞാൽ ചെവിക്കകത്ത് തീയ ഒരുക്കി ഒഴിക്കും. ഇങ്ങനെയുള്ള വല്ലാത്ത ജീവിതം. ആശാൻ ഇത് കണ്ടാ എഴുതിയത്, മറ്റുള്ളവർക്കായി ഉടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റും ഈ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും. മാത്രമല്ല, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. ഇതെല്ലാം കൂടെ കണ്ടേണ്ട ആശാൻ എഴുതിയത് ദുരവസ്ഥ. പഠിച്ചതാ ദുരവസ്ഥ. ഈ അവസ്ഥയെല്ലാം കണ്ടതാ, വല്ലാത്ത അവസ്ഥ. പണ്ട് പള്ളിക്കൂടത്തിൽ ഒരു പയ്യനെ കൊണ്ട് സ്കൂളിലിരുത്തി, പുല്ലാട്ടാ. ആ പയ്യനെ സ്കൂളിൽ ഇരുത്തിയെന്നും പറഞ്ഞ പള്ളിക്കൂടത്തിന് തീ വെച്ചു. ഇതുപോലൊരു സംഭവം തിരുവനന്തപുരത്ത് നടന്നു. ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി. ഈ പുല്ലാട് ഉണർവ് നടന്ന സ്ഥലമാണ് പൂവത്തൂർ ഉണർവ്, അതിനടുത്താ പുല്ലാട്. അപ്പോൾ അവിടെ ഒരു പയ്യനെ സ്കൂളിൽ കൊണ്ടിരുത്തി, ഇഷ്ടപ്പെട്ടില്ല, ആ പള്ളിക്കൂടത്തിന് തീ വെച്ചു. ആ പയ്യൻ്റെ പേരാണ്, അന്നത്തെ പേരാ തേവൻ. ടി തേവൻ. പക്ഷേ പള്ളിക്കൂടത്തിന് തീ വെച്ച് പഠിപ്പിക്കാൻ കേട്ടില്ലെങ്കിലും അദ്ദേഹം നന്നായിട്ട് പിന്നെ പഠിച്ചു. പിന്നെ പ്രശ്നം പരിഹരിച്ച് പഠിച്ചു. അദ്ദേഹത്തെ നന്നായിട്ട് പഠിപ്പിച്ചതും അദ്ദേഹത്തിന് വേണ്ട ഒത്താശയെല്ലാം ചെയ്തതിൽ പ്രമുഖനായിരുന്നു. ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാം, സരസകവി മൂലൂര് പത്മനാഭ പണിക്കര്, എല്ലന്തൂരിനടുത്ത് സരസകവി മൂലൂര് പത്മനാഭ പണിക്കര്. അപ്പം അദ്ദേഹം ഈ പയ്യനെ നന്നായിട്ട് പഠിക്കാനുള്ള ഒത്താശയെല്ലാം കൊടുത്തു. അദ്ദേഹം പഠിച്ച് അദ്ദേഹം ശാസ്ത്രി പട്ടം എടുത്തു. പിൽക്കാലത്ത് ആ മാന്യനായ തേവൻ എന്ന് പറയുന്ന ആടെ പിന്നത്തെ പേരാണ് കേശവശാസ്ത്രി. അത് ഓവറയ്ക്കടുത്ത അദ്ദേഹത്തിൻ്റെ വീട് കേശവശാസ്ത്രി, എണ്ണിക്കാട്. അപ്പം അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ഒരു പാട്ട് പുസ്തകമാണ്. അത് ഞാൻ വാങ്ങാൻ കാര്യം എൻ്റെ വല്യമ്മച്ചി അത് മുഴുവൻ കാണാതെ പാടും.
അപ്പം ഞങ്ങളുടെ കുഞ്ഞുനാളിൽ അമ്മച്ചി ഇത് പാടും, ഞങ്ങളത് കേൾക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി. പിന്നെ ഞാനത് അന്വേഷിച്ച് ഈ പുസ്തകം കണ്ടെത്തി. ചെറിയ പുസ്തകമാണ്, എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതിനകത്ത് അദ്ദേഹം എഴുതിയ 1-2 വരിയുണ്ട്. ഒരു ചെറിയ ഭേദഗതിയോടെ ഞാൻ പാടുവുള്ളൂ. അത് അതുപോലെ പാടിയാൽ അതും അലോക്യത്തിന് വഴി തെളിക്കും. അതുകൊണ്ട് വേണ്ട, സംഭവം പറയാനാ. അപ്പം അദ്ദേഹം, കാരണം ഇത് അറിയാവുന്നവർ പറയും പാസ്റ്റർ തെറ്റിച്ചാന്നല്ലോ പാടിയെന്ന് പറയും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറയുക, മനഃപൂർവ്വം തെറ്റിക്കുന്നതാ. അപ്പം ഈ കാണുന്ന വലിയ കോവിലങ്ങളും കൊട്ടാരങ്ങളും ഈ കാണുന്ന എല്ലാം ഇങ്ങനെയുള്ള അടിമകളെ കൊണ്ട് പണിയിപ്പിച്ചത്. അവർ അഹോരാത്രം ബന്ധപ്പെട്ടതാണ്. ലോക ചരിത്രങ്ങൾ നിങ്ങളെടുത്ത് ഇതെല്ലാം അടിമകളെ കൊണ്ടാണ് ഇതെല്ലാം പണിതതും പണിയിപ്പിച്ചതും. ഭക്ഷണം പോലും ശരിക്കും കൊടുക്കുകയില്ല, കൂലി ചോദിക്കത്തല്ല, കൊടുക്കുകയില്ല. അപ്പോൾ അദ്ദേഹം എഴുതിയ വരി ഒരു ചെറിയ ഭേദഗതിയോടെ എൻ്റെ വല്യമ്മച്ചി പാടിയാ കേട്ടേക്കുന്നത്. നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ, മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. സാധുവർഗത്തിന്റെ രക്തം വാറ്റിപ്പിഴിഞ്ഞതല്ലയോ, സാധുവർഗത്തിന്റെ രക്തം വാറ്റിപ്പിഴിഞ്ഞതല്ലയോ, സൗധങ്ങളും മാളികയും സമ്പത്തുമെല്ലാം. പാടാൻ നേരമില്ല. അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവിച്ചും പീഡിപ്പിച്ചുമൊക്കെ അവരെ ധാരാളം പേരെ വകവരുത്തിയൊക്കെയാ മനുഷ്യനെ ഇങ്ങനെ ഈ ലോകത്തിലെ, വിശേഷിച്ച് കേരളത്തിലെ. എന്നാൽ ചുരുക്കി പറയാ, ഇതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. മനുഷ്യനെ മനുഷ്യനാക്കി തീർത്തതും, വിദ്യാഭ്യസിക്കുവാൻ അവസരമൊരുക്കിയതും, യോഗ്യമായ വസ്ത്രം ധരിക്കുവാൻ ഇടയൊരുത്തിയതും, റോഡിൽ കൂടെ അന്തസ്സായിട്ട് നടക്കുവാൻ, മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ ഇടയാക്കി വരുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സുവിശേഷം എവിടെയും ഉയർത്താം, സുവിശേഷത്തെ എവിടെയും ഉയർത്താം, സുവിശേഷത്തെ ആർക്കും അംഗീകരിക്കാം. അതാ സുവിശേഷം. അവര് ഇന്നലെ പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഇനി അധികം പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം. പുതിയ നിയമത്തിലെ 4 സുവിശേഷ പുസ്തകങ്ങളാണ്. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഞാൻ ഈ മാർഗത്ത് വരുമ്പോൾ ആദ്യം ധരിച്ചത് 4 സുവിശേഷം ഉണ്ടായിരുന്നെന്നാണ്. കാരണം ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, ചികിത്സകൾ ധാരാളം ചെയ്തു, ഭേദമൊന്നും വന്നില്ല. ഇതുപോലൊരു വൃശ്ചിക മാസത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ ജീവിതാനുഭവം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാവിലെ നിർമ്മാല്യ ദർശനത്തിന് പോകും, വൈകിട്ട് ദീപാരാധനയ്ക്ക് പോകും. വൃശ്ചിക വ്രതത്തിൽ 41 ദിവസം നാമജപവും മറ്റു കാര്യങ്ങളുണ്ട്, അതിനെല്ലാം ഞാൻ കൂടും. അപ്പോൾ നാമജപമൊക്കെ കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ വരുന്നത് എല്ലാ ദിവസവും. അത് ജീവിതത്തിൻ്റെ ചിട്ടയായിരുന്നു. ഒരിക്കൽ ഈ സുഖമില്ലാതെ ഭാരപ്പെട്ട സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് ആ സൗഖ്യമൊന്നും വേണ്ട വിധത്തിൽ ലഭിച്ചില്ല. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എനിക്ക് വേണ്ട വിധത്തിലൊരു ആശ്വാസം ലഭിച്ചില്ല. എന്തിനേറെ ഒരു ദിവസം സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് ദീപാരാധനയും കഴിഞ്ഞ് നാമജപമൊക്കെ കഴിഞ്ഞ് 1-2 പേര് കെട്ടുമുറുക്കി പോകുന്നപ്പോൾ ശരണം വിളിക്കാൻ ഞാനും കൂടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഇത്ര ആളൊന്നുമില്ല, ഒരു വീടിൻ്റെ മുറ്റത്ത് ഇതുപോലൊരു യോഗം. ദൂരെ മാറി യോഗം ശ്രദ്ധിച്ചു. അവിടെയുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെന്തുവാണെന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. സാധാരണ ആൾക്കാർ ഇതുങ്ങളെല്ലാം കൊണ്ടുവന്ന് അലപ്പറ ഉണ്ടാക്കുക എന്നാന്ന് പോലും അങ്ങനെ അന്നും ഇന്നുമൊക്കെ പറയുന്നത്. ഇപ്പോഴും എനിക്ക് എല്ലാം ഒന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ അന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ദൂരെ മാറി നിന്നെങ്കിൽ ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും. ആ യോഗത്തിൽ നിന്ന് വന്നൊരു പയ്യനോട് പറഞ്ഞ് പയ്യൻ ചെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ വിവരിക്കുന്നില്ല, അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും അന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസന്മാർ ചിലർ എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ പ്രസാദം ഇരിപ്പുണ്ട്, നെറ്റിയിലും ശരീരത്തുമൊക്കെ കളഭക്കുറിയുണ്ട്. ഇതുപോലൊരു ഉത്തരീയം 2 മുണ്ട് ഉണ്ട്. ക്ഷേത്ര ദർശനം നടത്തുമ്പം ഷർട്ടൊന്നും വിടാനൊക്കത്തില്ല അകത്ത് കയറുമ്പം. അപ്പം അങ്ങനെ ഞാൻ സാധാരണ പോകുക. അപ്പം
ഈ പ്രസാദമൊക്കെ കയ്യിലുണ്ട്. അത് വെച്ചോണ്ടാ ഞാനിങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ദൈവദാസന്മാരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസന്മാർ ചിലർ എൻ്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. അവരാരും എന്നോട് പറഞ്ഞില്ല. ഞാൻ എൻ്റെ സ്വയ ഇഷ്ടത്തിൽ കളമ്പക്കുറി എല്ലാം തൂത്ത് അവർ പ്രാർത്ഥിച്ചു. ഞാനങ്ങ് വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു. അവരോട് പറഞ്ഞില്ല. ഇവർ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആശ്വാസവും സമാധാനവും ലഭിച്ചല്ലോ, അങ്ങനെ അന്ന് നാളെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വരണം. അവരോട് പറഞ്ഞില്ല. അവരോട് പറഞ്ഞാൽ അവരിളകും. അണിങ്ങനെ മിനിമിനാന്ന് നോക്കിയിരിക്കുക ഏതെങ്കിലും ഒരുത്തനുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ അവരോട് മിണ്ടിയില്ല. പിറ്റേ ദിവസവും ഞാൻ സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വരും. ഇങ്ങനെ ചില ദിവസങ്ങൾ തുടർന്നു. എന്നാൽ എൻ്റെ അനുഭവം പറയാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസവും സമാധാനവും, പിന്നെ അസ്വസ്ഥതകൾ വർദ്ധിച്ചു. അപ്പം ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇനി മരിച്ചാലും ജീവിച്ചാലും ആയുസുണ്ടേലും ഇല്ലേലും ഞാൻ ഈ മാർഗത്തിന് വേണ്ടി നിൽക്കും. അതും അവരോട് പറഞ്ഞില്ല, തന്നെ എടുത്ത തീരുമാനമാണ്. ഒരു ദിവസം ആ തീരുമാനത്തോടെ ചെന്നു. അതൊരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അവിടെയുള്ളവരെല്ലാം പ്രാർത്ഥിച്ചു. ഈ തീരുമാനത്തിലിരുന്നു. അന്ന് രാത്രി പൂർണ്ണ വിടുതൽ കിട്ടി. ഇന്ന് വരെയും ദൈവം നിർത്തി. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നീ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുകയോ ഏതെങ്കിലും രോഗപീഠകളിൽ വലയുകയോ എന്തെങ്കിലും വിഷയത്തിൽ ഞരങ്ങുന്നെങ്കിൽ ഒന്നും നിരാശപ്പെടേണ്ട. എന്നെ സൗഖ്യമാക്കി വിടുവിച്ച യേശു ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുവാൻ മതിയായവൻ. സ്തോത്രം. 5 പൈസ കൊടുക്കണ്ട, അരക്കാശ് കൊടുക്കണ്ട, അരമൈൽ നടക്കണ്ട, ഒരു ഭൗതിക സാധനവും കൊണ്ട് ഒന്നും കൊടുക്കണ്ട. തേങ്ങായും കൊടുക്കണ്ട, ആമേൻ സ്തോത്രം. കോഴിയും കൊടുക്കണ്ട, പോത്തിനെയും കൊടുക്കണ്ട, ആടിനെയും കൊടുക്കണ്ട, മെഴുകുതിരിയും കൊടുക്കണ്ട, എണ്ണയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. നിന്നെ അങ്ങ് കൊടുത്തോണ്ടാ മതി. ഇത്രയും പറഞ്ഞാൽ മതി. യേശുവേ, എന്നെ സമർപ്പിക്കുന്നു, എന്നെ രക്ഷിക്കണം, സൂക്ഷം നിന്നെ വിടുവിക്കും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. ഓ ഇരുളിലായി ഞാൻ ദുരിതമോടെ, ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നതും കണ്ടു വീണ്ടും അരുമനാഥനെ അന്നിതോ യേശുനായക നിതോ ഏഴക്കായി നിൻ ജീവനേ അൻപിതോ യേശുനായക നിതോ ഏഴക്കായി നിൻ ജീവനേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ആർക്കും വരാം. യേശുക്രിസ്തു എല്ലാവരെയും രക്ഷിക്കുന്നവനാ. ഞാൻ അങ്ങനെ ഈ മാർഗത്തിൽ വന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, പക്ഷേ ആ വന്ന സമയത്ത് ഒന്നും അറിയത്തില്ല, ഇപ്പോഴും ഒന്നും അറിയത്തില്ല. സ്തോത്രം. എന്നാൽ അറിയാവുന്ന കാര്യത്തിൽ ഉറപ്പുമുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ അന്ന് ആദ്യമൊക്കെ വന്നപ്പം ധരിച്ചു വെച്ചത് 4 സുവിശേഷം ഉണ്ടെന്നാണ്. എനിക്കൊരു ബൈബിൾ തന്നു. നോക്കിയപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം, അതൊരു സുവിശേഷം. പിന്നെ മറിച്ചപ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം, അപ്പോൾ 2 സുവിശേഷം. പിന്നെ മറിച്ചപ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം, അപ്പോൾ എത്രയായി? 3. പിന്നെ മറിച്ചപ്പം യോഹന്നാൻ എഴുതിയ, അറിയത്തില്ലല്ലോ. അപ്പം അന്ന് ചിന്തയകത്ത് കയറുന്ന 4 സുവിശേഷം ഉണ്ടെന്നാണ്. എന്നാൽ ഇതുപോലെ കർത്താവിൻ്റെ ദാസന്മാർ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചപ്പം മനസ്സിലായി, സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. സുവിശേഷം 1 ഉള്ളൂ. ഓർപ്പിച്ചല്ലോ, അത് യേശുക്രിസ്തുവാ. പിന്നെന്താ ഈ 4 പേര് 4 സുവിശേഷമായിട്ട് എഴുതി അതിന് ഹെഡിങ് കൊടുത്തേക്കത്? അത് സുവിശേഷത്തിന് 4 വിശേഷതയെ പറ്റി രേഖപ്പെടുത്തി. അപ്പോൾ ചോദിക്കും, സുവിശേഷത്തിന് 4 വിശേഷതയോ ഉള്ളോ? അല്ല, 4 വല്ല 40 വല്ല 400 വല്ല അതൊന്നും മരണിക്കാൻ നമ്മളെ കൊണ്ട് ഒക്കത്തുമില്ല. നമ്മളൊന്നും മരണിച്ചാൽ അത് ഒക്കുകയെ ഇല്ല. പണ്ട് ഒരു കവി പറഞ്ഞു, ശേഷനായെങ്കിൽ വർണ്ണിപ്പിൻ ശേഷിയാതെ ഭവൽ ഗുണം. പണ്ടൊക്കെ കൊട്ടാരത്തിലെ രാജാക്കന്മാരെ സുഖിപ്പിക്കാൻ, നാടൻ ഭാഷ സുഖിപ്പിക്കാൻ വേണ്ടി കവികളുണ്ട്, കൊട്ടാരം കവികൾ. അപ്പോൾ രാജാവിനെ നോക്കി ചുമ്മാ ഓരോ കവിത എഴുതും. അപ്പം ഒരാൾ എഴുതി, മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻ മുഖം. ചന്ദ്രനാന്നോ സൂര്യനാന്നോ പറ. അപ്പം ഇതെഴുതി അങ്ങോട്ട് കൊടുക്കുമ്പോൾ രാജാവ് ഇത് നോക്കുകയും പുള്ളി ചൊല്ലുകയും ചെയ്തപ്പം കിഴി കൊടുക്കും. കണ്ടാ വെള്ളം കുടിക്കുകയല്ല, അത് വേറൊരു വിഷയം. എന്നാലും ചുമ്മാ ഇരുന്ന് എഴുതുക, മുഖമല്ല. അപ്പം വേറൊരു കവി, അപ്പം പുള്ളിക്ക് കിഴി കൊടുത്തപ്പോൾ പുള്ളി എഴുതി,
ചന്ദ്രനോ പത്മമോ എന്ന് സന്ദേഹിക്കുന്നു ലോകരും. അല്ലയോ തിരുമനസ്സേ, അങ്ങയുടെ മുഖത്തെ നോക്കിയിട്ട് ഇപ്പൊ ജനത്തിനല്ല ഒരു തർക്കം, ഇത് ചന്ദ്രനാണോ പത്മമാണോ? മോന്ത കണ്ട വെള്ളം പോലും കുടിക്കുകയല്ല, എന്നാലും കാശ് കിട്ടാൻ വേണ്ടിയുള്ള അടവാ. ചന്ദ്രനോ, ഇത് ചന്ദ്രനാണോ പത്മം താമരയാണോ എന്ന് ആൾക്കാർക്കല്ല. അപ്പൊ അവന് മുഴുത്ത കഴി. അപ്പൊ ഇത് കണ്ട വേറൊരു കവി എഴുതി വെച്ചതാ, ശേഷനായെങ്കിൽ വർണ്ണിപ്പിൻ ശേഷിയാത ഭവൽ ഗുണം. അല്ലയോ മഹാരാജ, ഞാൻ ശേഷനായിരുന്നെങ്കിൽ അങ്ങയുടെ ഭവൽ ഗുണമെല്ലാം വർണ്ണിക്കും എന്ന്. ശേഷൻ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ ഒരു പാമ്പാ, 1000 തലയുണ്ടെന്ന. അനന്തന്, വാസുകി, ശേഷൻ, അതൊക്കെ ഹൈന്ദവ സ്നേഹിതന്മാർക്ക് അത് പറയുമ്പോൾ അറിയാം. അപ്പോൾ ഒരു പാമ്പിന് 2 നാക്കാന്നാ, ഇങ്ങനല്ലേ ഇരിക്കുന്നേ. അപ്പൊ 1000 തലയുള്ള പാമ്പിനോ 2000 നാക്ക. അപ്പൊ കവിയുടെ ഭാവന വെച്ച് പറഞ്ഞതാ, ഇവരോരോ നാവ് കൊണ്ടല്ലേ പറഞ്ഞത്. എനിക്ക് 2000 നാവ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ ഗുണഗണങ്ങളെല്ലാം ഞാൻ വർണ്ണിക്കാം. ആട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെയും നിങ്ങളുടെയും നാവ് കൊണ്ട് വർണ്ണിച്ചാൽ തീരുന്നതല്ല അവിടുത്തെ പ്രഭ, അവിടുത്തെ മഹിമ. ആര് വർണ്ണിച്ചാലും തീരുകയല്ല, തീർക്കാൻ ഒക്കത്തില്ല. സുവിശേഷത്തിന് അതുപോലെ വിശേഷതയാ. ഈ സുവിശേഷം വന്നതാ നമ്മുടെ മട്ട് മാറിയത്. ഈ സുവിശേഷം വന്നതാ നീ രക്ഷപ്പെട്ടത്. ഈ സുവിശേഷമാണ് നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറ്റിയത്. ഈ സുവിശേഷമാണ് നിന്റെ തകർച്ചകൾ മാറ്റിയത്. ഈ സുവിശേഷത്തിന്റെ പിടിയിൽ, സുവിശേഷം വന്നതുകൊണ്ട് ആ മദ്യപാനത്തിന്റെ പിടിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ടത്. മരണത്തിന്റെ വക്രത്തിൽ നീ അകപ്പെട്ടു പോയപ്പോൾ ഈ സുവിശേഷമാണ് നിന്നെ രക്ഷിച്ചത്. പെട്ടിക്കകത്താകേണ്ട സന്ദർഭം കഴിഞ്ഞത്. ആ വിലാപപ്പന്തൽ വീട്ടിൽ ഇടേണ്ട രംഗങ്ങൾ എത്ര കഴിഞ്ഞു. പക്ഷെ ഇന്ന് രാത്രിയും ആയുസോടിരിക്കുന്നത് സുവിശേഷം വന്നത് കൊണ്ടാ. നിന്റെ മരണഭീതി മാറ്റി, ചിത്തപ്പുറമം മാറ്റി, ആകുല ചിന്ത മാറ്റി, നിരാശ മാറ്റി, ഭീതികൾ മാറ്റി, വേദന മാറ്റി, നിന്നെ ഒരു മനുഷ്യനാക്കി തീർത്ത് ഉന്നതയിലെത്തിക്കുവാൻ കഴിവുള്ളതാണ് സുവിശേഷം. ആ സുവിശേഷത്തെ അംഗീകരിച്ച വിശ്വസിച്ച് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല, ദോഷം വരത്തുമില്ല. അപ്പോൾ സുവിശേഷത്തിന് ധാരാളം വിശേഷതയുണ്ട്. കർത്താവിന് മഹത്വം. അപ്പോൾ ഈ 4 പേര് സുവിശേഷത്തിന്റെ 4 വിശേഷത്തെ രേഖപ്പെടുത്തി. എപ്പോഴും ഞാൻ പറയാറുണ്ട്, 1 യേശു ക്രിസ്തുവിന്റെ വിശേഷതകളാ. അവിടുന്ന് രാജാവാ. 2 അവിടുന്ന് ദാസരൂപമെടുത്ത മഹത് വ്യക്തിയാ. 3 അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു കാണിച്ചു. 4 അവിടുന്ന് നിത്യ സത്യ ഏകദൈവമാണ്. ഇതാണ് ഈ 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി യേശു ക്രിസ്തു രാജാവാണെന്ന് തെളിയിച്ചു എഴുത്തുകളിൽ കൂടി. ലൂക്കോസ് ഒരു നല്ല മനുഷ്യനായി ക്രിസ്തുവിനെ അങ്ങോട്ട് വരച്ചു കാട്ടി. മർക്കോസ് വ്യത്യസ്തമായിട്ട് ദാസനായി, നല്ലൊരു ദാസനായിട്ട് ക്രിസ്തുവിനെ അങ്ങോട്ട് അവതരിപ്പിച്ചു. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായി യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം ഇതാ, യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. ഏകദൈവമായ, സത്യദൈവമായ, നിത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ, ഇന്നും ജീവിക്കുന്ന ദൈവമാകുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടരു. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടരും. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ. സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ. ഏകസത്യ ദൈവമേയുള്ളൂ. ദൈവം ഒരുവനേ ഉള്ളൂ. പിശാചുക്കൾ വിശ്വസിക്കുകയും അബ്രഹാം മുതലാ തുടങ്ങിയത്. അതിന് പുറകോട്ടില്ല. യഹൂദന് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക്, യഹൂദന്മാർക്ക് അബ്രഹാം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ മൈക്കെടുത്ത് മോനെ മൈക്കെടുത്ത് വായിച്ചു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ
യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രൻ. മോനെ ഒരു മൈക്ക് ഈ മാത്യു സാറിന്റെ സഹോദരൻ അമ്മാമയ്ക്ക് കൊടുക്കണേ. അമ്മാമ്മയും ചടികടാന്ന് വായിക്കും. ഇങ്ങോട്ട് ഒരു മൈക്ക് അങ്ങോട്ട് കൊടുത്തു. ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്തു. പാടാം. വേണ്ട, ഞാൻ പാടിക്കോളാം. ഇന്നത്തേക്ക് അങ്ങോട്ട് കൊടുക്കും. വേറെ മൈക്കുണ്ടോ കൊടുക്കാൻ? അമ്മാമ്മയ്ക്ക് ഒരെണ്ണം. കർത്താവിൻ്റെ ദാസനും വായിച്ചോണം. അമ്മാമ്മയ്ക്ക് കൊടുത്തുന്ന ഇനി അമ്മാമ്മ വായിച്ചോട്ടെ, ഞാൻ അനങ്ങുന്നില്ല. ഇല്ല, ഇനി സഹായിക്കണേ എന്നെ. വായിച്ചു മത്തായി 1 ഒന്ന് വായിച്ചു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ അബ്രഹാമിന്റെ യാക്കോബ്, യഹൂദ പേര് താമാർ, കൊണ്ട് ചരിത്രം വന്നിച്ച് യേശുവിൽ കൊണ്ട് നിർത്തി. അപ്പൊ ലൂക്കോസ് കുറച്ചുകൂടെ ചരിത്രം പഠിച്ച ആളാ. ലൂക്കോസ് പുറകോട്ടൊരു പിടിപിടിച്ചു. യേശുവിന്റെ അപ്പനാകുന്ന യോസേപ്പിന്റെ അപ്പനാകുന്ന മത്താന്റെ അപ്പനാകുന്ന മത്തത്യാന്റെ അപ്പന ഏലിയുടെ അപ്പനാകുന്ന ലേഖിയുടെ പുറകോട്ട് വന്ന് അങ്ങനെ വന്നേച്ച് യഹൂദയുടെ അപ്പനാകുന്ന യാക്കോബിന്റെ അപ്പനാകുന്ന ഇസഹാക്കിന്റെ അപ്പനാകുന്ന അബ്രഹാമിന്റെ അപ്പനാകുന്ന തേരകിന്റെ അപ്പനാകുന്ന നാഗോറിന്റെ അപ്പനാകുന്ന ഇങ്ങനെ പുറകോട്ട് പോയിട്ട് ആദാം എന്ന് പറയാ. ആദാം ദൈവത്തിന്റെ മകൻ. അപ്പൊ യഹൂദന്മാർക്ക് ഈ പാരമ്പര്യം കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവരെ ഉന്നം വെച്ച മത്തായി എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം മുതൽ അങ്ങോട്ട് തുടങ്ങി. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ദാസനാണെന്ന് കൂടെ തെളിയിച്ചു. എന്ന് പറഞ്ഞാൽ ദാസരൂപമെടുത്ത് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഇവിടെ വിളങ്ങിയ യേശു ക്രിസ്തുവിന്റെ ദാസരൂപം, വിനയം, താഴ്മ, വിധേയത്വം, സഹാനുഭൂതി, ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വിവരിക്കുന്നില്ല. ലൂക്കോസ് സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ക്രിസ്തുവിനെ വരച്ചു കാട്ടി. നല്ലൊരു മനുഷ്യൻ, ഇടപെടാൻ, സഹകരിക്കാൻ, സംസാരിക്കാൻ ഒക്കെ രണ്ട് ഇഷ്ടികരിക്കുന്നത് പോലെ പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. മിണ്ടുകയല്ല. ഇനി അഥവാ പാസ്റ്റർ എന്തുകൊണ്ടും സായിബാബ പോലെ മിണ്ടാത്ത ആൾക്കാരുണ്ട്. അത് പാവത്തങ്ങളെങ്ങാനും ചെന്നാൽ ഒട്ടും മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ധാരാളം പേരൊന്നും ഞാൻ പറയത്തില്ല. പേര് പറയാൻ ഞാൻ ആളുമല്ല. ഞാനെന്തിനാ പറയുന്നത്? നിങ്ങളിതെല്ലാം അനുഭവിച്ച് വെച്ചിരിക്കുകയല്ലേ. സ്തോത്രം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതൊന്നും സുവിശേഷമല്ല. അല്ല, സ്തോത്രം. അവിടെ നിന്നോട്ട് ഇറങ്ങി വന്നു വലിയവനായി വന്നെന്ന്. നമുക്കൊന്ന് ചെറുതായാൽ എന്നെ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നേ. സ്തോത്രം. വലിയവനായ ദൈവം ചെറുതായി എങ്ങനെ ഒരു ചെറിയ ചെയ്യ അതേ ഒക്കുള്ളൂ. ഈ കാണുന്ന അണ്ടകടാകം നമുക്ക് ഇതൊക്കെ അണ്ടകടാകം ജീവിക്കും. നമ്മുടെ ആ ഇരിപ്പും കൈയൊക്കെ കൊടുക്കുന്ന 2 പേരിലാണ് കിട്ടുന്നത്. ഇന്നാളൊരു തന്നെ കുതികാല് ചവിട്ടി മുട്ടുകയല്ല. എടാ, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലൊരു ശ്വാസമാ. നീ അങ്ങോട്ട് വിട്ടുന്ന ശ്വാസം അകത്തോട്ട് എടുക്കാനൊന്നും ഉറപ്പില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞൊരു പദം പറയാ, ഞെളിയാതെ ഭയപ്പെട്. ഞാൻ ആളാ വലിയ പുള്ളിയാ അപ്പിടി ഇപ്പിടി എന്ന് പറഞ്ഞിരിക്കരുത്. ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന് ഇത് താഴണം. ദൈവത്തിന് മകത്ത് ചാഞ്ഞു പോകുന്ന നെടല് പോലെ, പുരപ്പുറത്ത് പുല്ല് പോലെ, ഏത് സമയത്തും മരണത്തിന് തണുത്തകരമെന്ന് തലോട. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്. സ്തോത്രം. ഈ ചിലരുടെ നോട്ടോ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ നമുക്കങ്ങ് സങ്കടവും വരും. സങ്കടമായി വരുന്നത്. സ്തോത്രം. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. അപ്പോൾ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ഈ ചെറിയ ലോകത്തിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവായി. മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നേ ഞാൻ. ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു പാതകർക്കായി വഴി ഓടിത്തന്നോനെ, ഓ വാരിടത്തിൽ നിന്നയോർത്ത് വാഴ്ത്തിടുന്നു ഞാൻ. നിന്നയോ വാഴ്ത്തിടുന്നു ഞാൻ. കർത്താവിന് മഹത്വം
കൊടുക്ക. വലിയവനായ ദൈവം എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ വീണ്ടെടുക്കുവാൻ ചെറുതായിട്ട് അവതരിച്ചു. ആ ദാസരൂപം എടുത്തു. അതാ മർക്കോസ് തെളിയിച്ചിരിക്കുന്നത്. ലൂക്കോസ് സമ്പൂർണ്ണ മനുഷ്യനായ യേശുവിനെ ചിത്രീകരിച്ചു. എന്നാൽ ഇതിനെല്ലാം ഓർപ്പിച്ചുള്ള വ്യത്യസ്തമായ യോഹന്നാന്റെ അടുത്ത് യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. സ്തോത്രം. യേശു ദൈവമാ. യേശു അത് യോഹന്നാൻ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാ. മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ചെഴുതി. മത്തായി യഹൂദനെ ഉന്നം വെച്ചെഴുതി. ലൂക്കോസ് ജാതികൾ യവനായരെ ഉന്നം വെച്ചെഴുതി. എന്നാൽ യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത ദൈവസഭയെ ഉന്നം വെച്ചെഴുതി എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ചരിത്രമല്ല പ്രധാനപ്പെട്ട വിഷയം. ചരിത്രം നല്ലതാ, ചരിത്രമാണ് നല്ലതും. പക്ഷെ അതല്ല നമുക്ക് പ്രാധാന്യം. സ്തോത്രം. അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഒരു ദൈവവചനമാ. സ്തോത്രം. അതുകൊണ്ട് എല്ലാത്തും മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. യേശു ക്രിസ്തു നിത്യനായ ദൈവം. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. അറിയാമല്ലോ, ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതന് ആർപ്പെട്ടപ്പോൾ അഹരോന്റെ അനുജനാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിന്റെ പ്രഥമ ഭാഗത്ത് ആ മോശയുടെ പ്രാർത്ഥന നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. വായിച്ചാട്ടെ. 90-ാം സങ്കീർത്തനം വായിക്കുന്ന നിങ്ങളെ ഞാൻ ഏതെങ്കിലും ഭാഗം പറയുമ്പോൾ വേണേ ഒന്ന് എടുത്തു വെച്ചു വായിക്കാൻ പറയാണ്. ചടയുന്നു. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാ. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് നിത്യനായ ദൈവമാ. യേശു ക്രിസ്തുവിന് ആരും പഴക്കം കണക്കൊന്നും വിടരുത്. 50 വർഷമോ 100 വർഷമോ 1000 വർഷമോ 10,000 വർഷമോ ഒന്നുമല്ല. അവിടുന്ന് അനാദിയായ ദൈവമാ. അവിടുന്ന് നിത്യനായ ദൈവമാ. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന പുത്തൻ ദൈവം അല്ലെന്ന്. ഇപ്പോഴാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ദൈവം കളിക്കുക. ഇഷ്ടം പോലെ ചുമ്മാ ഇരിക്കുന്നവനെല്ലാം അങ്ങ് ദൈവം കളിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലക്ക് തോന്നും ദൈവം കളിച്ചാ കൊള്ളാന്ന്. പെണ്ണുങ്ങൾ ദൈവം കളിച്ചാല ഇടയ്ക്ക് അരിശം കയറുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചുമ്മാ ഇരിക്കുന്നവരെല്ലാം അങ്ങ് ദൈവമാക്കുക. ഈ കുറഞ്ഞ പക്ഷം ഒരാൾ ദൈവം കളിക്കുകയാണെങ്കിൽ അതിന് ചില വിശേഷത വേണം. ഒന്ന്, ദൈവം കളിക്കുകയാണെങ്കിൽ എല്ലാം സൃഷ്ടിച്ച ആളായിരിക്കണം. അതാ ദൈവം. സകലത്തേക്ക് സൃഷ്ടിച്ച ആളായിരിക്കണം ദൈവം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവം കളിക്കാൻ താല്പര്യമുണ്ട്, അതാ അതിൻ്റെ അടിസ്ഥാന പ്രമാണം. എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കണം. സൃഷ്ടിക്കും എന്തെങ്കിലുമൊക്കെ. യോഗം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ യോഗത്തിനിടയിലും സൃഷ്ടിച്ചേ പോവുള്ളൂ. ആ സൃഷ്ടിയല്ല. ഈ കാണുന്ന സകല ചരാചരങ്ങള്, ഭൂചര ഖേചര വസ്തുക്കള് മുഴുവൻ സൃഷ്ടിച്ചവനാ ദൈവം. അതാ ദൈവം. 2, ദൈവം സർവജ്ഞാനി ആയിരിക്കണം. ഇത് ദൈവം പോകുമ്പോൾ പരിഭാഷയ്ക്ക് ആള് നിൽക്കുക. അതിന് ഇത് കൂടെയുള്ള അത് ദൈവത്തിന് ഇംഗ്ലീഷ് അറിയാൻ മേല. സായിപ്പന്മാർ തുരുതുരാന്ന് ചോദിച്ചു കഴിയുമ്പോൾ ദൈവം ചിരിച്ചോണ്ട് നിൽക്കുക. പിന്നെ അടുത്തുള്ള ആള് പരിഭാഷ ദൈവം കളിക്കുക. എടാ, കുറഞ്ഞ പക്ഷം ദൈവം സർവജ്ഞാനി ആയിരിക്കണം. ചോദിച്ചു എന്നാ വെന്റിലേറ്ററിൽ കയറിയെന്ന് പറഞ്ഞു ദൈവം. ആയിക്കോട്ടെ, എന്നാ ചെയ്യാനാ? അവിടുന്ന് സർവജ്ഞാനിയാ. അവിടുന്ന് സർവശക്തനാ. അവിടുന്ന് സർവവ്യാപിയാ. അവിടുന്ന് സർവത്തെ സൃഷ്ടിച്ചവനാ. കുറഞ്ഞ പക്ഷം ഈ ക്വാളിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം ദൈവത്തിന്. ഒരു പദമുണ്ട്, യാതൊരു കാലത്തയാണാദിയായി നിർദ്ദേശിപ്പതിന് അറുതിയില്ലാത്ത രൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീരതിക ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. അതാ ദൈവം. ഹൈന്ദവ പുരാണം പഠിക്കുന്നുണ്ടെന്ന
അതലം വിതലം നിതലം സുതലം ഇങ്ങനെ താഴെ മേളിലുമായിട്ട് ഈരായിട്ട് 14 14 20 എത്ര രൂപ ആയിക്കോട്ടെ, ഉടക്കുണ്ടാക്കണ്ട, എത്രയുണ്ടെങ്കിലും സാറിന്റെ ഭാഷ്യമാ. സകല ലോകങ്ങൾക്കും അധികാരം ഈ പ്രിയമാ ഇത് നരപ്രിയമാം നാമമോദിയത മൂലമസ്തുമാണ്ടു ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിജാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ. ഞാൻ പണ്ട് ചൊല്ലിയപ്പോൾ ഒരു തള്ള പറഞ്ഞത് ഈ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നതിന്റെ ബന്ധനങ്ങളായതല്ല, തള്ളക്ക് യാതൊരു വെളിവില്ലാത്ത തള്ളയാ. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയിട്ട് കാര്യം മനസ്സിലായി, തള്ളക്ക് വാട്ടാന്ന്. നാമമോദിയത് മൂലവസ്തുവാദനുപദേശിച്ചതല്ലോ ഈ ലോകി ലോകിയാണ്ടോണ യഹോവയാകുന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടൂ. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിജാശകനാൽ ാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിട്ടും പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ല. ഗാഥസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ആശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു ഇല്ല, നിന്നുടെ കരം ചേർന്നാൽ. നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ നാദജനപാലന പാരായണ, നമസ്തേ ഭക്തനേത്ര ബാഷ്പമാർജന വിഭോ. ദൈവമല്ല, മുഴു ലോകത്തിന്റെ ദൈവമാ. ഇന്ന് രാത്രി നീ യേശുവിനെ ഏറ്റെടുക്ക. നിനക്ക് നിന്റെ പുത്രനോട് ദൈവമേ, അപ്പൊ പുത്രനെ വിളിക്കുന്ന സംബോധന ദൈവമെന്ന. ഏറ്റവും വലിയ ഭാഗ്യം എന്നാന്നറിയാമോ? സത്യദൈവമായ യേശുവിനെ ആരാധിക്കുവാൻ. എന്റെ സഹശുശ്രൂഷകന്മാരോട് പറയാ, ഈ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതാ ഏറ്റവും വലിയ. പക്ഷെ ഇടയ്ക്ക് ഞാൻ ഓർക്കും, ഈ വേല വിട്ടേച്ചങ്ങ് വേലയൊക്കെ അന്നെ വിട്ടേച്ച് പോകുന്നതാ നല്ലത്. ഇപ്പോഴും എനിക്ക് ദൈവമാണെന്ന് അങ്ങോട്ട് തെളിയിച്ചു മുമ്പോട്ട് പോകാം. 10-ാം അധ്യായത്തിൽ നാമല്ലോ വായിച്ചതുകൊണ്ട് 10-ാം അധ്യായത്തിലെ വിഷയം വരെ. 1-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതങ്ങളുടെ ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവനെ കൊടുക്കുന്ന സർവജ്ഞനായ ദൈവം, ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുവാൻ കഴിവുള്ള അത്ഭുതങ്ങളുടെ ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ജീവന്റെ അപ്പമാകുന്ന ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന അവരുടെ വെളിച്ചം തേടി. 9-ാം അധ്യായത്തിൽ പുറകിനാവുള്ള വിഷയമാന്നേല്, അത് ശേഷമുള്ളതാന്നേല്, ജനിച്ചോപ്പുള്ളതാന്ന്, അമ്മയുടെ ഉദരത്തിൽ കിടന്ന ബന്ധീനമാന്ന്, പാരമ്പര്യ രോഗമാന്നേല്, കുടുംബദോഷം കൊണ്ട് വന്ന രോഗമാന്നേല്, ആഭിചാരക്രിയ സകല വിഷയത്തിനും പരിഹാരം തരുവാൻ യേശു വിശ്വസ്തനാ. ചെല്ലു പറയും കുടുംബദോഷമാണ്, ആയിക്കോട്ടെ, നിന്റെ സകല കുടുംബദോഷവും മാറ്റാൻ കഴിവുള്ളവനാ യേശു. പുസ്തകം പഠിപ്പിക്കുന്നത് യഹോവ ദോഷവും തട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. ഇന്ന് രാത്രി വിശ്വസിച്ച് സ്തോത്രം ചെയ്യ. ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. അത് പാരമ്പര്യ രോഗമാകട്ടെ, കുടുംബ പാരമ്പര്യ രോഗമാകട്ടെ, ദോഷം വന്ന രോഗമാകട്ടെ, ഏത് വിഷയമാണെങ്കിലും സകലത്തിനും യേശു നിന്നെ സൗഖ്യമാക്കുന്നവനാ. 9-ാം അധ്യായം അത്ഭുതങ്ങളുടെ ദൈവം. 10-ാം അധ്യായം 11-12 പറഞ്ഞങ്ങ് നിർത്താം. 11-12 അധ്യായം പഠിക്കുമ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം, ഉയർപ്പിക്കുന്ന ദൈവം, കൊല്ലുന്ന ദൈവമല്ല. യേശുവിനെ അറിഞ്ഞ് ചത്തുപോയി, അങ്ങനല്ല. യേശുവിനെ അറിഞ്ഞാൽ ജീവിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാ യേശു. കാരണം പുള്ളി ഉയർത്തേച്ചാ നിൽക്കുന്നത്, അതുകൊണ്ടാ വിഷയം.
സ്തോത്രം കല്ലറയിൽ കൊണ്ടുവച്ച് അതോടെ തീർന്നെന്ന് എല്ലാവരും ഇതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. അപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് മഹത്വം. ഓരോ അധ്യായത്തിൽ യേശുവിന്റെ ദൈവത്വം അങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്തിനാ ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്തത്? കർത്താവ് ചെയ്ത ഒത്തിരി അത്ഭുതമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 25 വാക്യത്തിൽ വായിക്കുന്നത് യേശു ഒത്തിരി അടയാളങ്ങൾ ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒരുങ്ങത്തില്ല. അടുത്ത അധ്യായത്തിൽ വായിക്കുന്നു, പിന്നെ ചില കടഞ്ഞെടുത്ത ചില അത്ഭുതങ്ങളും ചില കാര്യങ്ങളും പുസ്തകത്തിൽ കൊടുത്ത്. എന്തിനാന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണ് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചു പോയാൽ പോരാ, ആ വിശ്വാസത്താൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകണം. അധ്യായത്തിന് യേശു ദൈവമാണെന്ന് അങ്ങോട്ട് തെളിയിച്ചു. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് വായിച്ച് 1:29, 1:35. പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവർ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യാതൊരു സംശയം കൂടാതെ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിശു യേശു ക്രിസ്തുവാണ് ലോക പാപം ചുമക്കുന്ന കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും വെളിച്ചമാകുന്ന കുഞ്ഞാടെന്നും ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടാണെന്നും വേളി കളിക്കാൻ വരുന്ന കുഞ്ഞാടാണെന്നും ആമേൻ സ്തോത്രം. അലങ്കാര ഭാഷയ്ക്ക് പുസ്തകത്തിൽ രേഖ. അങ്ങനെ പഠിക്കുമ്പോൾ പുസ്തകം പുറകോട്ടിറങ്ങി പഠിച്ചാൽ ആമേന് വേണ്ടി പകരം അറക്കപ്പെട്ട യാഗമാക്കപ്പെട്ട ഒരു കുഞ്ഞാട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം. ആമ കൊമ്പ് കുരുങ്ങപ്പെട്ട് കിടക്കുന്നു. ഇസഹാക്കിന് പകരം കുഞ്ഞാടിനെ യാഗം കഴിച്ചു. പുറപ്പമാക്കപ്പെട്ട അറക്കപ്പെട്ട ഒരു കുഞ്ഞാട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ അസസ്സേലിന് ചീട്ട് വീടുന്ന 2 ആടിനെയാണ് കൊണ്ടുവരുന്നത്. 1-ാം അധ്യായത്തിൽ വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെടുന്ന ഒരു കുഞ്ഞാട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി 12 ഗോത്രങ്ങളുടെ പാപം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാട്. അപ്പോൾ ഉൽപ്പത്തി വ്യക്തിക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്, പുറപ്പാട് കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്, അവൻ ഗോത്രങ്ങൾക്ക് വേണ്ടി പാപങ്ങളും രക്തമാ. ഇത് നിർമ്മിക്കുന്ന രക്തമാ. ആരാധിക്കാൻ യോഗ്യരാക്കി തീർത്ത രക്തമാ. ഇത് ജയം തരുന്ന രക്തമാ. സൗഖ്യമാക്കുന്ന രക്തം. പാപമില്ലാത്ത രക്തം, പരിശുദ്ധ രക്തം, നിർമ്മല രക്തം, വിലയേറിയ രക്തം. തിരുപാദം ശ്രദ്ധിക്കുക. പുസ്തകം 22-12 ഗോത്രങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാട് വ്യക്തിക്കും കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ വിഷയമല്ല. യേശുവിനായി സമർപ്പിക്ക്, യേശുവിന് ഹൃദയം കൊടുക്കുക. സമയത്തെയും കൂടെ ഞാൻ നേരത്തെ ഇവിടെ വന്നിരിക്കുക. ഈ അമ്മമാരൊക്കെ പ്രായമുള്ളവരാ, അതുകൊണ്ട് നിങ്ങളെയും കൂടെ പരിഗണിക്കുന്നു. ദൈവത്തെ പെട്ടെന്ന് മുമ്പോട്ട് അങ്ങ് പോകാം. 2-ാം അധ്യായത്തിൽ അത്ഭുതം കണ്ട ദൈവമാ യേശു. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അതിന്റെ പ്രത്യാഘാതം നടന്നുകൊണ്ടിരിക്കുക. കൂടെ ഇടയ്ക്ക് അതാ ഞങ്ങളുടെ പിന്നെ മാവേലിക്കര ഇടവകയിലെ അതാ ഇടയ്ക്ക് കിടക്കുന്നേ. ആയിക്കോട്ടെ. പണ്ട് കാവാലത്തിരുന്നൊരു അച്ഛനെ പിന്നീട് ഞാൻ കണ്ട അച്ഛനെ ഇപ്പൊ ഇടവകയിലാണ്, CSI അച്ഛനാ, നല്ല രസികനാണ്. ഞാൻ ചോദിച്ച അച്ഛൻ ഇപ്പൊ ഏത് ഇടവകയിലാണ്? പുള്ളി പറഞ്ഞു ഞാനിപ്പോ ഇടവകയിലൊന്നും
അല്ല ഈ വകയുടെ എല്ലാ ഇടയിലാന്ന് പറഞ്ഞു. കാരണം കമ്മിറ്റിക്കാർ അച്ഛനെ എടുത്തിട്ട് പൊരിപ്പിക്കുന്നുണ്ട്. അച്ഛനത് അങ്ങ് മടുത്ത്. അതുകൊണ്ട് അച്ഛൻ ഞങ്ങൾ അത്ര അടുപ്പമാണ്. അച്ഛനാ പറഞ്ഞു ഞാനിപ്പോൾ ഇടവകയിലൊന്നും വല്ല ഈ വകയുടെ എല്ലാ ഇടയിലാന്ന് പറഞ്ഞു. അപ്പം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പദ്യം ചെയ്യാം കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും 2-ാം അധ്യായത്തിൽ പച്ചവെള്ളത്തെ യേശു വരുവതിനകത്ത് ചെയ്തേച്ചൊക്കെ ആയിരിക്കുന്നത്. അപ്പം അന്നൊക്കെ അങ്ങനെ പോകാൻ വഴിയുണ്ട്, ഒക്കത്തില്ല. അപ്പം പറഞ്ഞു ആണ്ടെ പിന്നെ ലോറിക്ക് ആളിനെ കൊണ്ട് ഇറക്കുന്നെന്ന് പറഞ്ഞു. എടാ ഇത് കുഴപ്പമില്ലല്ലോ. അപ്പം ശുശ്രൂഷക്കാരെല്ലാം കൂടെ, എൻ്റെ ഭാഷയാണ് കേട്ടോ, ശുശ്രൂഷക്കാർ ഒരു കമ്മിറ്റി കൂടി, പെട്ടെന്ന് അടിയന്തര കമ്മിറ്റി. അപ്പം അടിയന്തര കമ്മിറ്റി കൂടി വെച്ച് പറഞ്ഞു ഒറ്റ പോംവഴി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ? യേശു വന്നിട്ടുണ്ട്. അതിന് പുള്ളി അത്ഭുതമൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണ്. അതിനെന്നെ പോംവഴി തന്നെ. പോംവഴി നമ്മൾ ചെന്ന് പറഞ്ഞാലൊന്നും യേശു ഏക്കുകയില്ല. പിന്നെ എന്നാ പോംവഴി? അമ്മ വഴി. ആദ്യം നമ്മൾ അമ്മയുടെ അടുക്ക ചെല്ലണം. അമ്മയോട് കാര്യം പറയുമ്പം അമ്മ വയ യേശു. അപ്പോൾ കമ്മിറ്റിക്കാർ വന്ന് പറഞ്ഞു, അമ്മയോട് ഇന്ന് പറഞ്ഞു അമ്മ ഇന്ന് ഇടയ്ക്ക് നിൽക്കണം. അമ്മ പറഞ്ഞു ഞാൻ ഇതുവരെ ഇടയ്ക്ക് നിന്നിട്ടില്ല, പിന്നെ സാഹചര്യം ഇതായതുകൊണ്ടൊന്ന് നോക്കട്ടെ. അപ്പോൾ പറഞ്ഞു അമ്മ ഒന്ന് ഇടയ്ക്ക് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയെ പിടിച്ച് ഇടയ്ക്ക് നിർത്തി. അമ്മ വന്ന് മോനോട് പറഞ്ഞു വീഞ്ഞ് തീർന്നു. ഉടനെ മോൻ്റെ മറുപടി, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ ബന്ധമില്ലെന്നല്ല. നീ എൻ്റെ അമ്മയും ഞാൻ നിൻ്റെ മകനാ. നീ എന്നെ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ചതാ. നീ എൻ്റെ അമ്മയാ, ഞാൻ നിൻ്റെ മകനാ. പക്ഷെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കാനുള്ളതിൻ്റെ ഒരാശയം ആവശ്യക്കാര് വീട്ടുകാരാ. നീ എന്തിനാ അതിനിടയ്ക്ക് വന്ന് നിൽക്കുന്നേ? വീട്ടുകാർ വരട്ടെ, വീട്ടുകാർ വരട്ടെന്നേ. എനിക്കും നിനക്കും തമ്മിൽ എല്ലാവരും പലരും യേശുവിൻ്റെ അമ്മയെ ആക്ഷേപിക്കും. ഞാൻ ഒരിക്കലും ആക്ഷേപിക്കൽ. ഇതുപോലെ അന്തസ്സുള്ള, മാന്യയായ, വിവരമുള്ള, വിവേകമുള്ള, അമ്മ പരിജ്ഞാനമുള്ള ഒരു അമ്മ വേറെ ഇല്ലെന്നുള്ളതാണ്. അമ്മ കളിച്ച് കിടക്കുകയല്ല, ബോധം പോലും ചിലതിനില്ല. നമ്മൾ എന്തൊക്കെയാ അമ്മച്ചി ജോർജ് കുട്ടി എന്ത് ചെയ്യാം? പിന്നെ ഓറഞ്ച് കുട്ടിയുടെ കാര്യം ചോദിച്ചു പോരുത്. അവൻ്റെ കാര്യം എന്തേലും ബോധമുണ്ടേ പറയൂ. ഇനി അമ്മയും മോനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വരുന്നവനെ അത് അറിയിക്കാമോ? അതാ ഞാൻ പറഞ്ഞ ബോധമില്ലെന്ന് തള്ളയ്ക്ക്. അങ്ങനെയുള്ളതുണ്ട്. മോൻ വിളിക്കുന്നുണ്ട്, പിന്നെ അവൻ വിളിക്കുന്നു. അങ്ങനെയൊക്കെ ബോധക്കേടുകാർ ഒത്തിരി ഉണ്ട്, ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ അമ്മ ഇതുപോലെ പരിജ്ഞാനമുള്ള, അറിവുള്ള, വിവേകമുള്ള, പക്വതയുള്ള, ദൈവകൃപയുള്ള, കൃപയുള്ള നല്ലൊരു അമ്മ. അമ്മ നല്ല വിവരമുള്ള അമ്മയാണ്. അതുകൊണ്ട് എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്ന് ചോദിച്ച ഉടനെ തന്നെ അമ്മയ്ക്ക് വിവരമുള്ള അമ്മയാണ്. അമ്മ പതുക്കെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ന്യൂട്രൽ പുറകോട്ട് വന്നേച്ച് ശുശ്രൂഷക്കാർ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, കീവറിച്ച ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, ഇല്ല, സക്സസ് ആകുകയല്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ യോഗം തീരുകയല്ലേ, ഒരു ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ. പിന്നെ അപ്പം അമ്മ മറിയം വന്ന് കമ്മിറ്റിക്കാരോട് പറഞ്ഞു, കീവറിച്ച ഇടയ്ക്ക് നിൽക്കുന്നില്ല, വിജയിക്കത്തില്ല. പിന്നെ അവൻ എന്തേലും കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളത് ചെയ്തോ, ഞാൻ പയ്യെ പുറകോട്ട് പോവാം. അന്ന് നിർത്തിയത് അമ്മ മധ്യസ്ഥര. കീവറിച്ചനോടും പറഞ്ഞു ചുമ്മാ അവിടെ പോയി ഇടയ്ക്ക് നിൽക്കരുത്. അന്ത്രയോസിനോടും പറഞ്ഞു അവിടെ പോയി നിൽക്കരുത്. സകല ആൾക്കാരോടും, സെബസ്ത്യാനോസിനോടും പറഞ്ഞു നിൽക്കരുത്. ത്രേസ്യാമിയോടും പറഞ്ഞു കൊച്ചു ത്രേസ്യ അവിടെ പോയി നിൽക്കരുത്. കുഞ്ഞച്ചനോടും പറഞ്ഞു, കുഞ്ഞച്ചൻ കുഞ്ഞച്ചൻ നിങ്ങൾക്കറിയത്തില്ലേ? കുഞ്ഞച്ചൻ കുഞ്ഞച്ചനോടും കീവർഗീച്ചനോടും അന്തരാച്ചനോടും എല്ലാവരോടും പറഞ്ഞു ഇടയ്ക്ക് നിൽക്കരുത്, വിജയിക്കത്തില്ല. അവൻ വന്നിട്ടുണ്ട്, നിങ്ങൾ കാര്യം അവനോട് പറയണം. അവൻ എന്തേലും കൽപ്പിച്ചാൽ അതാ, ഇടയ്ക്ക് നിൽക്കത്തില്ല. അന്ന് അമ്മ
മധ്യസ്ഥത നിർത്തിയതാ. എൻ്റെ ഭാഷ പറഞ്ഞ ആദ്യമായിട്ടും ഒടുവിലത്തെ മധ്യസ്ഥതയ്ക്ക് ചെന്നതാ. സഹോദരിയുടെ വീടാന്നോർത്ത് ഇടയ്ക്ക് നിന്നതാ. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ചീറ്റിപ്പോയി, നിന്നില്ല പിന്നെ മധ്യസ്ഥതയ്ക്ക്. അവൻ എന്തേലും കൽപ്പിച്ചാൽ ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. നായകനെ നമോ നമോ മമ പാപ വിനാശകനെ നമോ നമോ ശ്രീയേശു നായകനെ നമോ നമോ മമ പാപ വിനാശകനെ നമോ നമോ. പാരിടം തന്നിൽ വന്നു നാരായണ രക്ഷ ചെയ്ത പാരിടം തന്നിൽ വന്നു നാരായണ രക്ഷ ചെയ്ത മേരി സുധനെ നിത്യ നമോ 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 ശ്രീയേശു നായകനെ നമോ നമോ മമ പാപ വിനാശകനെ നമോ നമോ ശ്രീയേശു നായകനെ നമോ നമോ മമ പാപ വിനാശകനെ നമോ നമോ. അപ്പൊ ശ്രദ്ധിക്കുക, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്തെന്ന് വെച്ചാൽ ബന്ധമില്ലെന്നല്ല. നീ എൻ്റെ അമ്മയും ഞാൻ നിന്റെ മകനുമാ. അമ്മയും മക്കളുമുള്ള ബന്ധം അത് വലിയ ദൃഢമായ ബന്ധമാ. കമ്പോളത്തിക്കട്ടെ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത എത്ര എണ്ണം ഉണ്ട്? ഇഷ്ടം പോലെ. പ്രാർത്ഥിക്കുന്നവരിലും അവരാ കൂടുതലും. തമ്പേറ് തല്ലി പൊട്ടിക്കുന്നല്ലാതെ മാസാമാസം കുമ്പനാട്ടി നോരേ തമ്പേറ്, മുടുത്ത തമ്പേറ് അടിക്കാനായുള്ളവർ അവൻ വെച്ച് പോയിട്ട് മുറുക്കി നല്ല പോരുകാള നിൽക്കുമ്പോൾ വെച്ച് അടിക്കുക. അമ്പേറ് തല്ലി പൊട്ടിച്ചുകൊണ്ട് അലറിയതുകൊണ്ടൊന്നും കാര്യം നടക്കല്ല. മാതാപിതാക്കളെ ബഹുമാനിക്കണം. അത്യാവശ്യമാണ്. വൃദ്ധസദനത്തിൽ വിടരുത്. ആശ്വാസ ഭവനത്തിൽ നിന്നും കൊണ്ട് അമ്മയാകരുത്. അപ്പനെയും വിടരുത്. എന്നെ എല്ലാവർക്കും ഒരു അരിതാഴിയ പോലെ. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം. ഞാൻ മരണ വീടുകളിലൊക്കെ പറയുമ്പോൾ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ കൊണ്ട് കൊടുക്കണം. മണക്കും, എതള് പൊഴിഞ്ഞാലും കളയുകയല്ല. തലേം തന്നും ചത്ത് കഴിയുമ്പോൾ മാവേലിക്കര കിടന്ന പൂവെല്ലാം കൊണ്ട് മേടിച്ച് നെഞ്ചത്ത് വെച്ചിട്ട് യാതൊരു ഗുണവും. തല എവിടെ കാലെവിടാന്ന് ഞാൻ നാളൊരു അടക്കത്തിന് ചെന്നപ്പോൾ കാലിൻ്റെ എവിടെ ഉണ്ട്, മറ്റേ അവിടെ അല്ല ഇവിടെ തലയെന്ന് പറഞ്ഞ്. കാരണം മൊത്തം പൂ ഇരിക്കുന്നുണ്ട്. തലയേതാ വാലേതാ കാലേതാന്നൊന്നും. ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും കാശ് മുടക്കില്ലല്ലോ ഒരു പൂ കൊണ്ട് കൊടുത്തിരുന്നേ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നാടി അരി കൊണ്ട് കൊടുക്കുക, കഞ്ഞി വെച്ച് കുടിക്കും, മുള കുടച്ചതാന്നേലും പ്ലാവല കൂട്ടിയാന്നേലും കോരി കുടിക്കും ചൂടാറി. എൻ്റെ മോള് തന്ന നാടി അരിയുടെ കഞ്ഞിയാ എന്ന് മനസ്സിലാകുകയല്ലേ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കഞ്ഞിയും വെള്ളം കൊടുക്കല്ലേ. പിന്നെ ചത്ത് കഴിയുമ്പോൾ താടിട്ടിട്ട് ചന്തും ബന്ധുവും എല്ലാം മാറിയിട്ടച്ച് എന്നതിനെ ചുമ്മാ. മാതാപിതാക്കളെ ബഹുമാനിക്കണ്ടേ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ ബന്ധിക്കോസ് പോയത് കൊണ്ട് യാതൊരു ഗുണവും നിനക്ക് നടന്ന് നിന്റെ കാലിലെ തൊലി പോകാന്നല്ലാതെ ഗുണമൊന്നും വരികയല്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാൻ 5:30 കുർബാന 3 മേൽ. പിന്നെ എന്തിനാ കുളിക്കാതെ അവിടെ പോയി നിൽക്കുന്നത്? 5:30 കുർബാനയ്ക്ക് അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയല്ല. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാതെ ബഹുമാനിക്കാതെ നിർമാല്യം തൊടാൻ പോയിട്ട് എന്ത് കൊടുക്കാനാ? ഈ തണുപ്പും പിടിച്ച് കുളിച്ച് കിട്ടിക്കിട്ടാന്നടിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ യെരൂശലേം കാണാൻ പോയിട്ട് തന്നെ എടുക്കാനാ? എന്നുള്ളൊരു തള്ള പറഞ്ഞു, കർത്താവ് സഞ്ചരിച്ച പാതയിൽ കൂടെ എൻ്റെ കാലേ കൂടെ ഒരു പെരുപ്പായിരുന്നു. അല്ലേലും തള്ളയ്ക്ക് പെരുപ്പാ. സ്വന്തം പെറ്റതള്ളയ്ക്ക് വെള്ളം കൊടുക്കുന്നില്ല. എനിക്ക് ചരിത്രം അറിയാം. അമ്മയെ കൊണ്ട് അനാഥശാലയിൽ ഇട്ടിരിക്കുക. എന്നുവെച്ചാൽ അവർക്ക് അവിടെ ചെന്നപ്പോൾ പെരുപ്പുണ്ടായിരുന്നു. അതിലേക്കൂടെ നടന്നപ്പം എൻ്റെ വല്യമ്മച്ചി പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, എടാ സന്തതി ഇരിക്കെ ധർമ്മം ഊട്ടിയ ഊട്ടുപെരയ്ക്ക് തീ പിടിക്കുമെന്നാ. സന്തതി ഇരിക്കെ ധർമ്മം ഊട്ടിയ ഊട്ടുപെരയ്ക്ക് തീ പിടിക്കും. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ യെരൂശലേമെല്ലാം കറങ്ങി നടന്ന് വെച്ച് ഞാൻ പിരമിഡ് കണ്ടു. പിന്നെ യോർദാൻ ഞാൻ ഇറങ്ങി. പത്രോസ് പിടിച്ച മീൻ മറത്ത് ഞാനും അച്ചാനും കൂടെ പപ്പാതി. പിന്നെ പത്രോസ് പിടിച്ച മീൻ ഇപ്പോൾ അവിടെ കിടക്കുക, അതങ്ങനെ നോക്കിക്കൊണ്ട്. മട്ടിനെയൊക്കെ എന്നാ ചെയ്യണമെന്ന്. എടാ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ മക്കയ്ക്ക് പോയിട്ട് തന്നെ എടുക്കാനാ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ ഈ വ്രതം നോക്കി മലയ്ക്ക് പോയിട്ട് എന്തോ ചെയ്യാനാ? മാതാപിതാക്കളെ അംഗീകരിക്കണ്ടേ, ശുശ്രൂഷിക്കണ്ടേ, ബഹുമാനിക്കണ്ടേ? എന്നെ ചിലരുടെ മുഖത്തൊരു മ്ലാനത, ഈ കഷായം കുടിച്ച പോലെ ഒരു ഷെയ്പ്പ് കേട്. കയ്പുള്ള കഷായം കുടിച്ചാൽ മുഖത്തൊരു ഷെയ്പ്പ് കേടുണ്ടാകും.
പുസ്തകത്തിലെ വാക്യം നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. അങ്ങനെ വേറെ പുസ്തകത്തിലെ വാക്യം. നീ മാതാപിതാക്കളുടെ മറുവശം പറയും, ഒരു 60 കഴിഞ്ഞാൽ കുറെ ഒതുങ്ങണം. 65 ആയില്ലേ? പഴയ ആ വീരസ്യം ഒന്നും പറഞ്ഞ് ഞാൻ മാവേലിക്കറിലെ വലിയ പിള്ളേർ തേമ്പും. നീ രാവിലെ ഒറ്റമുണ്ട് കൊടുത്ത് ബുദ്ധ ജംഗ്ഷനിൽ പോയി ഇങ്ങനെ കാലും മറപ്പിച്ച് ഇന്ന കൊച്ചങ്ങളെല്ലാം ഒരു 60 കഴിഞ്ഞാൽ കുറെ ഒതുങ്ങണം. ഇനി തള്ളമാരോട് ഇങ്ങോട്ട് നോക്ക്, മരുമകളുടെ കുറ്റമൊന്നും ആരോടും ചെന്ന് പറയരുത്. പാസ്റ്ററുടെ ഭാര്യയോടൊന്നും പറയരുത്. ചില പാസ്റ്റർമാരുടെ ഭാര്യമാർക്ക് കേൾക്കാനും ഇഷ്ടം, അമ്മ ഒരു ചായയും കൂടെ കൂടി പറഞ്ഞാട്ടെ എന്ന് പറയരുത്. മനസ്സിലാകുന്നുണ്ടോ ഈ പറയാനേ? മരുമകളായിട്ട് കാണണ്ട, മോളായിട്ട് കാണണം. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ കുറച്ച് അവരോട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ജീവിതം നന്നാകൂ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കപ്പലിൽ നിന്ന് ആടി പ്ലെയിനെ കയറിയ മേരിയ എന്ന് പറഞ്ഞ് നടന്നാൽ ഇതൊക്കെ ചെയ്യേണ്ട കാര്യം ചെയ്യണം. ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ അമ്മയും മോനും അഭേദ്യമായ ബന്ധമാ. അമ്മ വിവരമുള്ള അമ്മയാ. അമ്മ പെട്ടെന്ന് പറഞ്ഞു, ജീവനച്ചാൽ ഞാനിടയ്ക്ക് നിൽക്കുന്നില്ല, അവനെന്തേലും കൽപ്പിച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അമ്മ ന്യൂട്രലങ്ങ് വലിഞ്ഞു. അപ്പോൾ ആ കർത്താവ് പറഞ്ഞ് ആ കൽപ്പാത്രത്തിലെ വെള്ളം കോരി നടക്കാൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിടാം. ഈ പ്രശ്നം വന്നപ്പോൾ യേശുവിൻ്റെ അമ്മയുടെ അവൻ്റെ കാര്യം പറഞ്ഞ് അമ്മ വന്ന് മോനോട് പറയാൻ കാരണം പറയാം. യേശു ഇന്നും ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. കാരണം 2-ാം അധ്യായത്തിൻ്റെ 11 വായിക്കുന്നത് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭം. അപ്പൊ ആദ്യത്തെ അത്ഭുതമായി പച്ചവെള്ളം വീഞ്ഞാക്കുന്ന വേറെ പുസ്തകത്തിൽ നമുക്ക് തെളിവ് തന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് വരെ അത്ഭുതം ചെയ്തിട്ടില്ല, ചെയ്തതായിട്ട് കേട്ടിട്ടുമില്ല. ആദ്യത്തെ അത്ഭുതം ഇതാ. അപ്പൊ ഇതുവരെ അത്ഭുതം ചെയ്യാത്തവന്റെ അടുക്കല അമ്മ ചെന്ന് പറഞ്ഞത് വീഞ്ഞു തീർന്നെന്ന്. ഇതുവരെ അത്ഭുതം ചെയ്യാത്ത ഒരാൾക്ക് നമ്മൾ ചെല്ലുവോ? ഇപ്പൊ എന്നെ ഈ 3-ാമത്തെ രാത്രി യോഗത്തിന് ബഹുമാന്യ കർത്തദാസൻ ദൂരെ ഇരുന്ന് വിളിച്ചെന്ന് പുള്ളി പറഞ്ഞ് അമേരിക്ക ഇരുന്ന് വിളിച്ച എന്നെ അമേരിക്ക അത്ര കൊള്ളുകയല്ലേ? അപ്പം അത് പറയണം. പിന്നെ അല്ലേ അവരവർക്കും ചെറുകോല് പാലത്തിൻ്റെ കയറുന്ന് വിളിച്ചാന്ന്. അപ്പം അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു. അപ്പം എന്നെ വിളിക്കണമെങ്കിൽ നാളൊരാൾ പറഞ്ഞ അയാൾ മുഴുവൻ ഊളത്തരവാ പറയുന്നത്. ആയിക്കോട്ടെ, ഊളത്തരവാന്നേലും പറയുന്നുണ്ടല്ലോ. അല്ലെ വിവരക്കേടേ പറയുള്ളൂ. എന്നെ പറ്റിയുള്ള അഭിപ്രായം വിവരക്കേടാന്നേലും ധൈര്യത്തോടെ നിന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം വിവരക്കേടാന്നേലും ഊളത്തരമാന്നേലും 10 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാടുകല്ല കീറുക. എന്നാലും പുള്ളി പറയുമെന്ന് എന്നെപ്പറ്റി ഒരു ബോധ്യമുള്ളത് കൊണ്ടല്ലയോ ബഹുമാനപ്പെട്ട കർത്തദാസൻ എന്നെ വിളിച്ചത്. അതെ, നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കർത്തദാസൻ്റെയോ ദൈവദാസൻ്റെ ഒക്കെ ചെല്ലുന്നെങ്കിൽ അവരെ പറ്റി നമുക്കൊരു ധാരണ ഉള്ളത് കൊണ്ടല്ലേ ചെല്ലുന്നേ. അതെ, ഇപ്പൊ ഈ പാട്ടുകാരെ ഇവരെ വിളിച്ചു. മോൻ്റെ പേരനാ? നമ്മൾ ഇന്നാളെ എവിടെ വെച്ചുണ്ടായിരുന്നല്ലോ, വെൺമണി. മോൻ്റെ പേരോ? അപ്പം ഇവരെ പാടുമെന്നും ഇതെല്ലാം ഉപകരണങ്ങൾ വായിക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ അവരെ വിളിച്ചേ. അതെ, എല്ലാവരെയും അങ്ങനെ. എന്നാൽ ഇതുവരെ ഒരു അത്ഭുതം ചെയ്യാത്തവനടുക്ക ചെന്ന അമ്മ പറഞ്ഞേക്കുന്നത് വീഞ്ഞു തീർന്നെന്ന്. അതന്നെ അങ്ങനെ ചെല്ലാൻ കാര്യം എത്രയേ ഉള്ളൂ, അവനാരാണെന്ന് അമ്മയ്ക്കറിയാം. അവിടെ കല്യാണ വീട്ടിൽ വന്നിരിക്കുന്നവൻ ആരാണെന്ന് അമ്മയ്ക്ക് അറിയാമെന്ന്. സ്തോത്രം. അതിന് 2 വാക്യം ഒന്ന് വായിച്ചു, എന്നിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ലൂക്കോസ് 2:19, ലൂക്കോസ് 2:51 പെട്ടെന്ന് വായിച്ചു. ലൂക്കോസ് 2:19, ലൂക്കോസ് 2:51 പെട്ടെന്ന് ചടിയടാന്ന് വായിച്ചു. അമ്മ കായംകുളം മൈക്ക് ഓൺ ചെയ്യും. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 51 വായിച്ചു. 51. പിന്നെ അവൻ അവരോട് കൂടി ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, ലൂക്കോസ് 2:19, ലൂക്കോസ് 2:51 മറിയയോട് ബന്ധപ്പെട്ട് പറയുക, മറിയ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏതാ? 1-2 പെട്ടെന്ന് പറയാം. 1, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറത്ത് വന്ന് പറഞ്ഞ് കൃപ ലഭിച്ചപ്പോൾ നിനക്ക് വന്ദനം. മറിയ വന്ദനം കേട്ട് ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞ് പേടിക്കണ്ട, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുകയാ. ഭയപ്പെട്ടെങ്കിലും മറിയ മറുചോദ്യം ചോദിച്ചു, പുരുഷനെ അറിയാകിയാൽ ദൂതനെ ഇതെങ്ങനെ സംഭവിക്കും? ദൂതന്റെ മറുപടി, മറിയം, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നടുലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ 2 ശക്തികൾ നിന്റെ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷപ്രജ ഉരുവാകും.
സ്തോത്രം. എന്നിട്ട് പറയുക, ആ മത്തായും കൂടെ ചേർത്ത് പഠിക്കണം. ആ പുരുഷ പ്രജയുടെ വിശേഷത എന്നാന്നറിയാമോ? അവൻ മാനവ ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നവനാ. ഈ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ എന്റെ ഉദരത്തിൽ ഉരുവായി ഞാൻ പ്രസവിക്കുന്ന പൈതൽ മാനവ ജനതയെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാ. യേശു ക്രിസ്തു മാത്രമാണ് പാപത്തിന് മോചനം തരുന്നവൻ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ക്ഷമ കിട്ടുന്നത്. യേശു ക്രിസ്തു മാത്രമാണ് പാപ പരിഹാരകൻ. ഈ വാർത്ത ഹൃദയത്തിൽ മറിയ സംഗ്രഹിച്ചു. ദൂതനങ്ങ് പോയി സൂക്ഷം മറിയം പ്രസവിച്ചു. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ അമ്മ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആട്ടിടയന്മാര് കൊച്ചിനെ കാണാൻ വന്നു. അന്ന് ആ വെളിപ്രദേശത്ത് ആട്ടിടയന്മാരിങ്ങനെ ആടിനെ തീറ്റി വിശ്രമിക്കുക. 25 അല്ല യേശുവിനെ പ്രസവിച്ച കേട്ടോ. പിന്നെ നടക്കട്ടെ, അങ്ങനെയും ഒരോളം ഉണ്ടാകട്ടെ. അപ്പോൾ ഏതായാലും ആടിനെ തീറ്റി വിശ്രമിക്കുക. ലൂക്കോസ് 2:8 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു 5-8 കാര്യമുണ്ട്. ആ കർത്താവിൻ്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് ആട്ടിടയന്മാർ വന്ന സംഭവമാണ്. 8-ാം വാക്യം മുതൽ വായിച്ച് 2:8 മുതൽ. ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തെ വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പിന്നെ കർത്താവാകുന്ന യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ദൂതന്മാര് വന്ന് പറയുക. ഈ കാര്യമല്ല ആട്ടിടയന്മാര് വന്ന് അമ്മയോട് പറഞ്ഞു. അമ്മേ, ഞങ്ങൾ വെളിമ്പ്രദേശത്ത് കിടന്നപ്പോൾ ദൂതന്മാർ വന്നു. ദൂതൻ വന്ന് കാര്യം പറഞ്ഞു. പിന്നെ സ്വർഗത്തിലെ ഗാനാലാപമൊക്കെ ഉണ്ടായി. അതെല്ലാം കണ്ടതും കേട്ടതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ കൊച്ചിനെ കാണാൻ വന്നേക്കുന്നത്. ഈ കാര്യം അപ്പൊ അമ്മ ചോദിച്ചു കാണി എന്തൊക്കെയാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞത്, ഒന്ന്, ഈ കിടക്കുന്ന കൊച്ച് ഒരു സാധാരണ കുഞ്ഞല്ല. പിന്നെ ഇത് അവൻ സർവ്വജനത്തിനുണ്ടാകുന്ന മഹാ സന്തോഷമാണ്. അത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, അമ്മേ, ഈ കുഞ്ഞിന്റെ പ്രത്യേകത ഇത് രക്ഷിതാവായി കിടക്കുന്നത്. നിങ്ങൾക്കായി ഒരു യേശു എന്ന രക്ഷിതാവ്. ഈ പൈതല് സാധാരണ പൈതലല്ല, ഇത് രക്ഷിതാവായി കിടക്കുന്നത്. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തോത്രം. അടുത്തത്, ഈ കുഞ്ഞിന്റെ വിശേഷത നിങ്ങൾക്കായി ജനിച്ചെന്ന ദൂതൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൂതൻ പറഞ്ഞതിന്റെ ആശയം, അല്ലയോ ആട്ടിടയന്മാരെ, അല്ലയോ മനുഷ്യവർഗമേ, യേശു ജനിച്ചത് ഞങ്ങൾക്കല്ല, ദൂതന്മാർക്ക് വേണ്ടിയല്ല. ദൂതന്മാര് ആമേ കരുത്തുള്ളവരും ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യസമ്പൂർണ്ണനും ആമേ ശക്തിയും ബലവുമറിയ കോടി കോടി ദൂതന്മാർ. സങ്കീർത്തനക്കാരൻ പാടി, ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി 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 ദൂതന്മാർ. സൗന്ദര്യമുള്ള, ജ്ഞാനമുള്ള, കഴിവുള്ള, അറിവുള്ള, മിടുക്കുള്ള ആമേ ഗബ്രിയേൽ, മീഖായേൽ, അദ്രിയേൽ, ഊറിയേൽ, ശ്രാപ്യന്മാർ, കിറൂബികളും ഒക്കെയുള്ള ധാരാളം ദൂത ഗണങ്ങളുണ്ട്. അവർക്ക് വേണ്ടി അല്ല യേശു ജനിച്ചത്. യേശു ജനിച്ചത് നമുക്ക് വേണ്ടിയാ. പാപം ചെയ്ത ദൂതന്മാർക്ക് വേണ്ടിയല്ല യേശു ജനിച്ചത്. യേശു ജനിച്ചത് പാപത്തിൽ അകപ്പെട്ട മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ, അല്ല നിങ്ങൾക്കായി ജനിച്ചു. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് 8-ാം നാളിൽ പരിച്ഛേദനയാക്കണം ആൺകുട്ടികളെ. ദൈവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ പുരോഹിതന്മാരെല്ലാം നിന്ന് ശുശ്രൂഷിക്കുക. കാളയും ആടിനെല്ലാം കണ്ടിക്കുക. കൂറിൻ്റെ ക്രമത്തിലല്ലേ, നിരനിരയായിട്ട് നിന്ന് അടിച്ച് കണ്ടിക്കുക. അപ്പം കണ്ടിച്ചപ്പോൾ യേശുവിൻ്റെ അപ്പനും അമ്മയും ഔസേപ്പും മറിയമും ദരിദ്രരായതുകൊണ്ട് കുറുപ്രാവുമായിട്ട് പള്ളിക്കകത്ത് വന്നു. ആ പള്ളി വന്ന് ദൂരെ നിൽക്കുക. ഈ പുരോഹിതന്മാരാരും മൈൻഡ് ചെയ്തില്ല. കാരണം പ്രാകുഞ്ഞുമായിട്ട് വന്ന പുരോഹിതനൊന്നും കിട്ടാൻ ഇല്ല. അതിൻ്റെ പെടൽ പിടിച്ച് ഒരു ക്ലീന്നൊരു ശബ്ദം ഓടിച്ച് തീക്കകത്തോട്ടിടുമ്പോൾ അതേ ഉള്ളൂ. എന്നാൽ കാളയും ആടിനെയൊക്കെ കണ്ടിച്ചാൽ അതിൻ്റെ ഒരു വിഹിതം പുരോഹിതന് കിട്ടും. അതുകൊണ്ട് അവറാച്ചൻ കാളയായിട്ട് ഇപ്പോൾ വരുന്ന നദവായം തുടങ്ങുമ്പോഴും നോട്ടോ. അവറാച്ചാനെ കാണുന്നില്ലല്ലോ. തങ്ക സഹോദരൻ അതവിടെ കണ്ടില്ല. അവറാച്ച കുഞ്ഞന്നാമ്മ കൊച്ചമ്മയെ കാണുന്നില്ലല്ലോ. അവിടെ തങ്ക വന്ന് തങ്ക പുങ്ക. ഇതൊക്കെ അങ്ങ് മനുഷ്യപ്രകൃതിയാണ്. അപ്പൊ ഈ പുരോഹിതൻ നിരനിരയായി നിൽക്കുന്ന ശുശ്രൂഷകര്, പുരോഹിതന്മാരെല്ലാം ആടിനെയും കാളയായിട്ട് വരുന്നവരെ ഉന്നം പിടിച്ച് നിൽക്കുക.
അപ്പോൾ ആ യേശു കർത്താവിനെ കൈകളിലേന്തി അപ്പനും അമ്മയും ഒരു കുറുപ്രാവുമായിട്ട് ചെന്നു, 2 കുറുപ്രാവുമായിട്ട് ചെന്നു. ആരും മൈൻഡ് ചെയ്തില്ല. അന്നും അങ്ങനെ, ഇന്നും അങ്ങനെ. ഒരൊറ്റ പുരോഹിതം പോലും മൈൻഡ് ചെയ്തില്ല. എന്നാൽ അവിടെ ശിമിയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവന് ദൈവാത്മ നിയോഗം പ്രാപിച്ച് ദൈവാലയത്ത് വന്ന ആളെ കണ്ടിക്കുന്ന പുരോഹിതനെയോ ആടിനെ ഇറക്കുന്ന പുരോഹിതനെയോ ഒന്നുമല്ല കണ്ടത്. യേശു കർത്താവുമായിട്ട് ദൈവാലയത്തിൽ നിന്ന് മാതാപിതാക്കളെ കണ്ടു ഓടിച്ചെന്ന കൊച്ചനെ എടുത്ത് കൈകളിൽ എടുത്ത് വെച്ച് ദൈവത്തെ വാഴ്ത്തി പറഞ്ഞു, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടല്ലോ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എല്ലാം വിവരിക്കുന്നില്ല. അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്ന പള്ളിയിൽ, ഹന്നാമ്മ പ്രവാചകയാ, നല്ല പ്രായമുണ്ട്. അമ്മയും വന്നി കൊച്ചിനെ കണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രവചനദൂത് പറഞ്ഞു. അതും മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചു. ആമേ 12ാമത്തെ വയസ്സിൽ വെള്ളി ചെന്നു. ആമേ ശാസ്ത്രിമാരും പരീശന്മാരുമായിട്ടൊക്കെ തർക്കിച്ചല്ലോ. അവിടുന്ന് ആമേ നന്നായിട്ട് ആമേ ന്യായപ്രമാണം ഉച്ചരിച്ചു. അവരാകവാള് വെട്ടിപ്പോയി. തിരിച്ചു ചെന്നപ്പോൾ കണ്ടു അന്നാരവും പറഞ്ഞ കാര്യം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല അറിവുണ്ട്. ഇന്ന് രാത്രി കർത്താവ് ആരാണെന്ന് നീ അറിഞ്ഞാൽ നിനക്കൊരു കുഴപ്പവും വരികയില്ല. യേശുവിൻ്റെ അടുക്ക വാ. ആമേൻ, സ്തോത്രം. ആ കല്യാണ വീട്ടിലെ നിരാശകളും ഭാരങ്ങളും മാറ്റി ആ കല്യാണ വീടിനെ സന്തോഷം മുഖരിതമാക്കി തീർത്ത കഴിവുള്ളവനാണ് ക്രിസ്തു. അനായിലെ കല്യാണ നാളിൽ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. ഓ ദേവാ ദേവാ ത്രിലോകനാഥ, ദേവാ ദേവാ ത്രിലോകനാഥ. അപ്പൊ ശ്രദ്ധിക്കുക, 2ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഇനി ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. എടുത്ത വാക്യത്തോട് കൂടുപുലർത്തണം. തനിക്ക് പ്രിയമുള്ളവരെ അവൻ പുറത്തു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി യേശുവിന് ആവശ്യമുള്ളവരെ അവിടുന്ന് പുറത്തിറക്കും. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല, സമയം പോകുന്നത് കൊണ്ട്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, അവൻ ഫറവോൻ ആളയച്ച് യോസേപ്പിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കി. എന്ന് പറഞ്ഞാൽ യോസേപ്പിനെ അപമാനക്കുറ്റം അടിച്ചേൽപ്പിച്ച് കാരാഗൃഹത്തിൽ കൽത്തുറുങ്ങിൽ കൊണ്ടടച്ചു. ചങ്ങലക്കിട്ട് യോസേപ്പിനെ കൊണ്ടുപോകുക, വിലങ്ങിട്ട്. ആ തള്ള വേണ്ടാതിനെല്ലാം പറഞ്ഞു. പ്രവൃത്തിക്ക് യോസേപ്പ് അകത്തി വന്നപ്പോൾ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ പിടിച്ചു വലിച്ചു. യോസേപ്പ് വസ്ത്രം വിട്ടൊരു ഒറ്റ ഓട്ട ഓടി. യോസേപ്പ് ചിന്തിച്ചത് 2 മീറ്റർ തുണി പോകുമെന്നുള്ളത്. തള്ളയുടെ പിടിയിലെങ്കിലും ചെന്ന് വിടേണ്ട. 2 മീറ്റർ തുണി പോയാൽ മാവേലിക്കര ചെന്ന് ഏതെങ്കിലും തുണിക്കടയിൽ നിന്ന് 2 മീറ്ററിന് 3 മീറ്റർ തുണി മേടിക്കാം. ജീവിതം പോയാലോ, അതാ ഒറ്റ ഓട്ടം. തന്നെയല്ല ഞാൻ എപ്പോഴും പറയും, യോസേപ്പ് പെരയ്ക്കകത്തോട്ടല്ല ഓടിയത്, വെളിയിലോട്ടാണ് ഓടിയത്. നമ്മൾ പിന്നെയും പെരയ്ക്കകത്തോട്ട് ഓടുക. എന്തിനേറെ ഈ തുണിയായിട്ട് തള്ള അങ്ങേര് വരുന്നത് വരിരുന്ന് കരഞ്ഞു, ചുമ്മാ കരയുക. അമ്മാമ്മയെ ആശ്വസിപ്പിക്കാനും പരിചാരകന്മാരൊക്കെ അമ്മാമ്മ അവൻ എന്നോ ചെയ്തു. അമ്മാമ്മ പറഞ്ഞു, ഒന്നും ഞാൻ പറയുന്നില്ല. അമ്മാമ്മയുടെ അവൻ ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞോ? അവനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ നമ്മുടെ ആൾക്കാരായിരുന്ന ഇങ്ങനൊന്നും അല്ല പറയുന്നത്. നല്ല ശേലായി. പിന്നെ വാട്സാപ്പിനകത്തും അതിനകത്തും കുന്തത്തിനകത്തും കോടാലിക്കകത്തെല്ലാം യോസേപ്പിൻ്റെ ഫോട്ടോ വരെ വെച്ചാ അമ്മാമ്മയുടെ ഫോട്ടോ ഇപ്പം അമ്മാമ്മ കരഞ്ഞോണ്ടിരിക്കുന്നു. യോസേപ്പിൻ്റെ ഫോട്ടോ അപ്പം എന്തെല്ലാം കോലാഹലം ഒപ്പിക്കും. അയ്യോ ഈ തള്ള കാരണം എന്തെല്ലാം മനോവേദന എടുത്ത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങേര് വന്നപ്പോൾ ഇവരൊരു മുതലക്കണ്ണീരും ഒക്കെ കരഞ്ഞ് എന്തോ എന്നെ ഹാസ്യമാക്കുവാൻ എബ്രാഹിനെ കൊണ്ടുവന്ന് എന്തിക്കോ സാധനം പറഞ്ഞിട്ടത് ഇവനെ പോലെ നാശം പിടിച്ചൊരുത്തൻ. ഒടുവിൽ തെളിവൊക്കെ കൊടുത്ത് തുണി ഒരുമാതിരിപ്പെട്ടവരെല്ലാം വിശ്വസിക്കും, അങ്ങേരും വിശ്വസിച്ചു. അല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവരും വിശ്വസിച്ചു. ഒടുവിൽ യോസേപ്പിൻ്റെ കൈക്ക് വിലങ്ങിട്ട് കുണ്ടറയിലോട്ട് കൊണ്ടുപോവുക. എല്ലാവരും ആക്ഷേപിച്ച് കാണും, പരിഹസിച്ച് കാണും. പലരും പറഞ്ഞു ഇനിയും വെളിയിൽ ഇറങ്ങുകയല്ല കേട്ടോ. ആരാ? യോസേപ്പ്. ഒരുത്തൻ പറഞ്ഞു, ഓ ഇനിയിപ്പോൾ അവിടെ കിടന്ന് ആയുസ് തീരുകയുള്ളൂ. ഒരുത്തൻ പറഞ്ഞു നമുക്ക് വല്ലപ്പോഴും ചെന്നൊന്ന് കാണാം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ കിടക്കുന്ന കിടപ്പിൻ്റെ ഫോട്ടോ ഒന്ന് കിട്ടുകയായിരുന്നു, തെളിവായിട്ട് നമുക്ക്
കുണ്ടറ കിടക്കുന്നൊരു ഫോട്ടോ അത് കൊടുക്കും. ഒരുത്തൻ വന്ന് പറഞ്ഞ് ക്ഷീണമാ. ഒരുത്തൻ പറഞ്ഞു പഴയതുപോലെ ശോഭിക്കുന്നില്ല കേട്ടോ. ഒരുത്തൻ പറഞ്ഞു ഇനിയും പൊങ്ങി വരികയല്ല. ഒരുത്തൻ പറഞ്ഞു അമ്മാമ്മ ഇപ്പോഴും ഉണ്ട്. അമ്മാമ്മയുടെ തുണി അമ്മാമ്മ തുണിയെടുത്ത് ഷോക്കേസ് വെച്ചിരിക്കുക. വരുന്നവനെല്ലാം ഇടയിടെ വേണ്ട യോസേപ്പിൻ്റെ തുണി. പക്ഷേ കുണ്ടറയിൽ കിടക്കുന്ന യോസേപ്പിനറിയാം തൻ്റെ മനോവേദനയും തൻ്റെ പരമാർത്ഥവും. സകലരും വിധി എഴുതി ഇവനിനി വെട്ടം കാണുകയില്ലെന്ന്. പക്ഷേ യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ ഒരു വചസ് പറഞ്ഞു, യോസേപ്പോ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയാ എന്ന് പറഞ്ഞാൽ യോസേപ്പ് എനിക്ക് ഫലം കായ്ക്കുന്നവനാ. അവനെ കുണ്ടറയിലിടാൻ ഞാൻ അനുവദിക്കത്തില്ല. വില്ലാളികൾ അവനെ എയ്തു വിഷമിപ്പിച്ചു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നെന്ന അവൻ യാക്കോബിന്റെ വല്ലഭന്റെ ഭുജത്താൽ അവൻ എല്ലാവരും വിധിയെടുത്ത് യോസേപ്പ് വെളിയിലിറങ്ങത്തില്ല. എന്നാൽ 10, 15, 18, 20 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ടൈമായി 105-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചോ. അമ്മാമേ പെട്ടെന്ന് വായിക്ക്. 105-ന്റെ 17 പെട്ടെന്ന് വായിച്ചോ. അത് വായിക്കാതിരിക്കാൻ ഒക്കത്തില്ല. പെട്ടെന്ന് വായിക്ക്. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. അടുത്തത് ജോസഫിനെ അവർ ദാസനായി വിറ്റു. പിന്നെ യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവൻ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലകളിൽ. ഞാൻ ഇനി അധികം വായിപ്പിക്കുന്നില്ല, സമയം പോകുന്നു. ചങ്ങലക്കിട്ടിരിക്കുക, ബന്ധിച്ചിട്ടിരിക്കുക. എന്നാന്നറിയാമോ? ചില വചനം നിറവേറാൻ, ചില രോഗങ്ങളും പ്രശ്നങ്ങളും ബന്ധനങ്ങളും വരുന്ന ദൈവം നിന്നെ തള്ളിക്കളഞ്ഞതല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, ദൈവം നിന്നെ മറന്നതല്ല. ചില വിഷയങ്ങൾ നിറവേറ്റാൻ ദൈവം വഴിയൊരുക്കുക. ഈ ചങ്ങല നിന്നെ മുടിച്ചു കളയാനല്ല, ഈ കൈകിട്ട ബന്ധനം നിന്നെ മുടിച്ചു കളയാനല്ല, ഈ ശോധന നിന്നെ തകർത്ത് കളയാനല്ല, ഈ പ്രശ്നങ്ങൾ നിന്നെ ദൈവം ഉപേക്ഷിച്ചതല്ല. ദൈവത്തിന്റെ ആലോചന നിറവേറാൻ പോകുകയാ. പോരാട്ടങ്ങളിൽ കൂടി പ്രശ്നങ്ങളിൽ കൂടി കിടക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവം നിന്നെ മറന്നിട്ടില്ല, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നിന്നെ എന്നേക്കും തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാ. ഇന്ന് രാത്രി ആ വചനത്തെ കൂടെ ദൂരെ പറയുകയാ. ഈ ശോധനകളും ഈ ബന്ധനങ്ങളും നിന്നെ മുടിക്കാനല്ലെന്ന്, നിന്നെ പുതുശക്തിയോടെ പുറത്തിറക്കാൻ പോവുക. വിസ്തരിക്കാൻ താല്പര്യമുണ്ട്. സ്വപ്നമൊക്കെ അങ്ങോട്ട് വ്യാഖ്യാനിച്ചപ്പോൾ മട്ടുമാറി. പറവാനാകെ അന്തം വിട്ടുപോയി. യോസേപ്പിനെ കൊണ്ടുവന്ന് അവനെ പുറത്തിറക്കി. ഇന്ന് രാത്രി തനിക്ക് പ്രിയമുള്ളവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം തനിക്ക് പ്രിയമുള്ളവരെ വിടുവിക്കുന്ന ദൈവമാ. യോസേപ്പിനോട് ദൈവത്തിന് പ്രിയമുണ്ട്. സഹോദരന്മാർക്ക് വലിയ പ്രിയമൊന്നും ഇല്ല, അതെല്ലായിടത്തും അങ്ങനെ. ചേട്ടായിമാർക്കും വലിയ പ്രിയമില്ല. അതുകൊണ്ടാണ് ചേട്ടൻ പറയും ആണ്ടാ സ്വപ്നക്കാരൻ വരുന്ന. എന്നോടത്തും പറഞ്ഞ് കണ്ടിച്ചേക്കാന്ന് പറഞ്ഞു. കണ്ടിക്കണ്ട, അവൻ വല്ലതും കൊണ്ടുവന്നെങ്കിൽ നമുക്ക് അടിച്ചു മാറ്റി വെച്ച് അവനെ എടുത്ത് കുഴിയിലിടാം. യോസേപ്പ് കൊണ്ടുവന്ന ഭക്ഷണം എല്ലാം കൂടി ഇവന്മാർ കരക്കിരുന്ന് കഴിച്ച് യോസേപ്പിനെ എടുത്ത് പൊട്ടക്കണത്തി ഇട്ട ചുമാരെല്ലാം ബന്ധുക്കോസുകാരാ. ഇവര് കരക്കിരുന്ന് ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന അവൻ കുഴി കിടക്കുക. ഭക്ഷണം കൊണ്ടുവന്നാൽ ഇമാര് തമ്പറടിച്ച് പാടുക, ജീസസ് ചേർന്ന് പാടിയാട്. ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന. ഒരുത്തൻ പറഞ്ഞ അനക്കം ഉണ്ടെന്ന് പറഞ്ഞു. ഇവന്മാരെല്ലാം ചിന്തിച്ചത് തീർന്നെന്നാ. ഒരുത്തർക്കും താല്പര്യമില്ല. പക്ഷെ ദൈവത്തിന് പ്രിയനാ. തനിക്ക് പ്രിയമുള്ളവരെ ദൈവം വിടുവിക്കും. ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. തനിക്ക് പ്രിയമുള്ളവരെ പുറത്തു കൊണ്ടുവരും. യോസേപ്പിനെ ദൈവം പുറത്തിറക്കി. ഇന്ന് രാത്രി ബന്ധനത്തിലും രോഗത്തിലും കച്ചത്തിലും പ്രതികൂലത്തിലും കിടക്കുന്ന ദൈവത്തിന്റെ പൈതല്, നീ മുടിഞ്ഞു പോകത്തില്ല. ഈ രോഗം നിന്നെ നശിപ്പിക്കാനല്ല, ഈ രോഗം മരണത്തിനല്ല, ഈ പ്രശ്നം നിന്നെ മുടിച്ചു കളയാനല്ല. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി നിന്നെ പുറത്തിറക്കാൻ പോവാ. തനിക്ക് പ്രിയമുള്ളവരെ, തനിക്ക് അവ പ്രിയരായവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുക. 1, യോസേപ്പിനെ പുറത്തിറക്കി. 2, നിങ്ങൾ യസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ
7 ഒന്ന് വായിച്ചേ ദൈവദാസനെ. സ്തോത്രം. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആ താളിഞ്ഞോട്ട് മറയ്ക്കുമ്പോൾ മേളില് ഇങ്ങോട്ട് മറിക്കാം മാമ. എന്നിട്ട് ഏറ്റവും മേളി ഇങ്ങോട്ട് മറിച്ചേ. അതിന് ഏറ്റവും മേളി ഇടത്ത് വശത്ത് മേളില് അതാരാ? മേഴ്സി ഫിലിപ്പാന്നോ? ആ ആ ആ നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന ഈ ദേവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തെടുപ്പിച്ചു. തനിക്ക് പ്രിയമുള്ളവരെ പുറത്തെടുപ്പിക്കും. 1, യോസേപ്പിനെ പുറത്തു കൊണ്ടുവന്നു. 2, ദൈവാലയം വക സകല ഉപകരണങ്ങളും പുറത്തെടുപ്പിച്ചു. ഇതൊക്കെ മണിക്കൂറുകൾ എടുത്ത് പറയേണ്ട ഭാഗമാണ്, വിസ്തരിക്കുന്നില്ല. ദൈവത്തിന് വിശുദ്ധമായ പാത്രമായത്. അതിന് ദേവന്റെ ക്ഷേത്രത്തിൽ ശിനാർ ദേശത്ത് ക്ഷേത്രത്തിൽ കൊണ്ടിട്ട് അടച്ചു പൂട്ടിയ അധികാരത്തിന്റെ മുഷ്കിൽ. എന്നാൽ ടൈം ആയപ്പോൾ ദൈവം അത് പുറത്തെടുപ്പിച്ചു. തനിക്ക് പ്രിയമുള്ളവരെ പുറത്തു കൊണ്ടുവരും. വിസ്തരിക്കുന്നില്ല. 3, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചങ്ങ് നിർത്താം. അപ്പോസ്തല പ്രവൃത്തി 12:11. പത്രോസിന് സുബോധം വന്നിട്ട് 10 മുതൽ വായിച്ചോ ദൈവദാസനെ. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിലും എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അടുത്തത് അവർ പുറത്തിറങ്ങി. മതി. പത്രോസിനെ 2 ഞങ്ങളെയാ 4 ചേവകളുള്ള 4 കൂട്ടത്തിന് ബന്ധിച്ചിട്ടിരിക്കുക. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അതൊക്കെ മുമ്പ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. യാക്കോബിനെ വാളുകൊണ്ടും കൊന്നു. ഹെരോദാവ് തന്റെ കൈ ജനത്തിന് വിശുദ്ധന്മാർക്കെതിരെ നീട്ടി. അപ്പൊ അതോടെ ചിന്തിച്ചു, ഇനി പത്രോസും വെട്ടം കാണുകയില്ല, ബന്ധിച്ചിട്ടിരിക്കുക. പെസക ആയതുകൊണ്ട് ഇത് കടികെട്ട തട്ടാൻ. എന്നാൽ ഒരു പ്രാർത്ഥിക്കുന്ന സഭ, എന്റെ ഭാഷ പറഞ്ഞ ആരാധിക്കുന്ന സഭ, ഉപവസിക്കുന്ന ഒരു സഭ, കാണാൻ വലിയ ചന്തവും ചതവും ഒന്നുമില്ല, വലിയ വിദ്യാഭ്യാസവും ശ്രേഷ്ഠതയൊന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവരാ. അവർ മറിയയുടെ വീട്ടിൽ നിന്ന് ആത്മാവിൽ മുക്കുവന്മാരാ കൂടുതലും. എല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ചങ്ങോട്ട് ബലപ്പെട്ടപ്പോൾ ആ കാരാഗ്രഹത്തിൽ ദൈവം ദൂതനെ ഇറക്കുക മാത്രമല്ല, പത്രോസിനും ശേഷമുള്ള അപ്പോസ്തലന്മാർക്ക് തുറക്കാൻ പറ്റാവുന്ന ഇരുമ്പ് വാതിൽ ദൂതൻ അങ്ങോട്ട് തുറന്നു കൊടുത്തു. 1, 2 തുറന്നു. ഇരുമ്പ് വാതിലിന്റെ അവിടെ സ്വതവേ തുറന്ന്. കാരണം പറയാ, അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാ, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില വഴി തുറക്കും. നിനക്ക് തുറക്കാൻ പറ്റാത്തത് ദൈവം തുറന്നു തരും. നിന്നെ കൊണ്ട് കഴിയാത്തത് ദൈവം നിനക്ക് വേണ്ടി സാധിപ്പിക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. വായിച്ചല്ലോ, അവർ പുറത്തിറങ്ങി. വെട്ടം കാണിക്കത്തില്ല, തട്ടിക്കളയുമെന്നും പറഞ്ഞ് പീറ്ററിനെ പിടിച്ചിട്ടിരിക്കുക. പക്ഷെ ടൈമായപ്പോൾ പീറ്ററിനെ ദൈവം പുറത്തിറക്കി. ഇന്ന് രാത്രി നിന്നെ പുറത്തിറക്കുന്നൊരു ദൈവമുണ്ട്. ഹെരോദാവ് കൈ അങ്ങോട്ട് നീട്ടി. അവൻ കൈ നീട്ടി, എല്ലാവരും ഒക്കെ പേടിച്ചും പരിഭ്രമിച്ചും പോയി. പക്ഷേ ഇവനങ്ങോട്ട് കൈ നീട്ടി. കുറേ ദിവസം കഴിഞ്ഞപ്പം ദൂതം വന്ന് കൈക്കൊരു ഒറ്റയടി കൃമിക്കരയായി. അതിനേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ടൈമാകുമ്പോൾ നിന്നെ പുറത്തിറക്കും. തനിക്ക് പ്രിയമുള്ളവരെ ദൈവം പുറത്തു കൊണ്ടുവരും. യോസേപ്പിനെ പുറത്തിറക്കി. ദൈവാലയം വക ഉപകരണങ്ങൾ മുഴുവൻ എണ്ണിത്തിട്ടപ്പെടുത്തി 5000 ചിട്ടമുണ്ട്. അത് ഒരെണ്ണം പോലും കുറയാതെ പുറത്തിറക്കി. പീറ്ററിനെ ദൈവം പുറത്തിറക്കി. ദൈവത്തിന് ആവശ്യമുള്ളവരെ പുറത്തിറക്കും. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നിന്റെ കുടുംബത്തിൻ്റെ അരാജകത്വം മാറ്റി, തകർച്ച മാറ്റി, നിരാശ മാറ്റി, രോഗപീഠകളും പ്രതികൂലങ്ങളും മാറ്റി നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള നസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും അല്പസമയം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. സമയം പോയിട്ട് നിങ്ങൾ സഹകരിച്ചല്ലോ, ഇരുന്നല്ലോ. നന്ദി. എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് പ്രിയമുള്ളവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവത്തോട് അപേക്ഷിക്കുക. യോസേപ്പിനെ പുറത്തിറക്കിയതുപോലെ, ദൈവാലയം ഉപകരണങ്ങൾ പുറത്തിറക്കിയതുപോലെ, പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിന്നെ പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്. തനിക്ക് പ്രിയമുള്ളവരെ വിടുവിക്കുന്ന ദൈവമുണ്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ ചേർന്ന് പാടി ആരാധിച്ച് നമുക്ക് അങ്ങ് പെരുക. ആമേൻ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. ആമേൻ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. ഓ വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ. ആമേൻ. വീണ്ടെടുക്കുവാൻ ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. ജീവരക്തം ചൊരിഞ്ഞുവല്ലോ. ആമേൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുമേ. മഹത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കൈയടിച്ച് ചേർന്ന് മഹത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ വാഗ്ദത്ത പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയും. ഓ വാഗ്ദത്ത പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയും. പാപം പോക്കിടോ, നിൻ രോഗം നീക്കിടോ. പാപം പോക്കിടോ, ഓ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടൂ. അവൻ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടൂ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടും. ഓ മഹത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടട്ടെ. അവൻ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടും. ഓ മഹത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുമേ. മഹത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുമേ. മഹത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. യേശുക്രിസ്തു മാത്രം ദൈവം. യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. യേശുക്രിസ്തുവിൽ കൂടി മാത്രം വിടുതൽ. ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യതയിലെത്തുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ. എന്നെ ക്ഷണിച്ച് ശുശ്രൂഷയ്ക്ക് അവസരം തന്ന കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഭവനത്തിലുള്ളവർക്കും പിമ്പി പ്രവർത്തിച്ചവർക്ക് നന്ദി. ഇതുവരെ ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ